എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൂടുതലായി വിലയിട്ടിട്ടുള്ളത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ അമുസ്ലിമായ സഹോദരന്റെ മറുപടി എന്താണ്? ഞാൻ എന്റെ വീടിന് വില നിശ്ചയിച്ചത് എന്തിന്റെ പേരിലാണ്? ആ വീടിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന എന്റെ വീട് നിങ്ങൾ വിലക്ക് വാങ്ങിയാൽ ആ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയെയും കുട്ടികളെയും എത്ര കാലമെങ്കിലും നിങ്ങൾക്ക് ഒറ്റക്ക് താമസിപ്പിക്കാവുന്നതാണ്. അവിടെ നിങ്ങളുടെ കുടുംബം സുരക്ഷിതത്വമുള്ളവരാണ്. നമ്മൾ വീടിന് വിലയിടുമ്പോ, സ്ഥലത്തിന് വിലയിടുമ്പോ വെള്ളവും വെളിച്ചവും റോഡുമൊക്കെ പരിഗണിക്കുന്നുവെങ്കിൽ ആ മുസ്ലിമായ സഹോദരൻ തന്റെ വീടിന് വിലയിടുമ്പോ പരിഗണിച്ചത് തന്റെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വബോധവും നിർഭയത്വവും നൽകുന്ന അയൽവാസികളായ മുസ്ലിമീങ്ങളുടെ അയൽപക്കത്തിനാണ് വിലയിട്ടിട്ടുള്ളത്. അവിടെയാണ് മുസ്ലിമീങ്ങളായ നമ്മൾ തന്നെ നിസ്സാരമായ അതിർതർക്കത്തിന്റെ പേരിൽ, വേലിത്തർക്കത്തിന്റെ പേരിൽ കുടുംബങ്ങൾ ചിഹ്ന ഭിന്നമാവുകയാണ്, അയൽപക്കങ്ങൾ ചിഹ്ന ഭിന്നമാവുകയാണ്, നാട്ടുകാരും മറുനാട്ടുകാരും തമ്മിൽ കലഹിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ എത്ര ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാലമാണ്, വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാലമാണ്. ഇസ്ലാമിന്റെ വ്യക്തിത്വം എന്നത് കുടുംബത്തിലാണ്, അത് നാട്ടിലാണ്, അത് ഭരണത്തിലാണ്, അത് രാഷ്ട്രീയത്തിലാണ്, അത് സംസ്കാരത്തിലാണ്. ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് നിങ്ങൾ പരിപൂർണമായി കടന്നു വരണമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. മരിക്കാനും അല്ലാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും വിധികൂട്ടി തരട്ടെ. നാട് വലിയ മോശമായി പോണ കാലാണ്, ജനങ്ങൾ മുഴുവനും മോശമായി പോകുന്ന ഒരു കാലമാണ്. വയല് പറയുന്ന ഞാൻ തന്നെ മോശമാണ്, പിന്നെയുണ്ടോ കേൾക്കുന്ന നിങ്ങളുടെ മോശത്തരം? അങ്ങനെ മോശം നിങ്ങൾ വയലിനൊക്കെ വരുന്ന നിങ്ങൾ തന്നെ മോശക്കാരാണെങ്കിൽ ഇത്തരം വേദികളിലൊന്നും കടന്നു വരാൻ കഴിയാത്ത മുസ്ലിമീങ്ങളുടെ മോശം പിന്നെ പറയേണ്ടതുണ്ടോ? സുഹൃത്തുക്കളെ, ലോകത്ത് മുസ്ലിമീങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? ലോകത്ത് മുസ്ലിമീങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു കിട്ടാനാ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. സ്വാദിഖുൽ മസ്തൂഖായ ഹബീബ് തങ്ങളെ വഹിയുടെ നാവ് കൊണ്ട് പറഞ്ഞ സത്യസന്ധമായ ഒരു സന്ദേശമുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? എന്റെ സമുദായം ഒരു കാലം വരുമ്പോ ആ സമുദായത്തിൽ വരുന്ന ജീർണതകളുണ്ട്. ആ ജീർണത എന്ന് പറയുന്നത് ഏതുപോലെയാണ്? ഒലിപ്പ് വെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചപ്പ് ചവറുകൾ, വേസ്റ്റുകൾ കണക്കെ ഈ ഉമ്മത്ത് നാശമായി പോകുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് മുസ്ലിമീങ്ങളുടെ ദുരന്തം പറയുകയാണ്. വിശന്നെത്തിയ വയറുമായി കാലങ്ങളോളം കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ തളിക കൊണ്ടുപോയി വച്ചാൽ, കാലങ്ങളായി വിശന്നു ജീവിച്ച മനുഷ്യന്റെ മുമ്പിൽ ഒരു ഭക്ഷണപാത്രം കിട്ടിയാൽ ആ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുമ്പോ അവന്റെ മനസ്സിൽ എത്രത്തോളം ആർത്തിയുണ്ടോ? ഇതുപോലെ മുസ്ലിമീങ്ങൾക്ക് നേരെ നാലു ഭാഗത്തു നിന്നും ശത്രുക്കള് ആയുധം നീട്ടുന്ന ഒരു കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പട്ടിണി കിടന്നവന്റെ മുന്നിൽ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടുപോയി വെക്കുമ്പോൾ അത്യാർത്തിയോടെ ആ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ ആർത്തിയോടെ മുസ്ലിമീങ്ങൾക്ക് നേരെ നാലു ഭാഗത്തു നിന്നും ശത്രുക്കള് ആയുധം നീട്ടുന്ന ഒരു കാലം അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഹബീബ് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ സമുദായമെന്ന് അംഗസംഖ്യ കുറവൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഒലിപ്പ് വെള്ളത്തിൽ ഒലിച്ചിറങ്ങുന്ന ചപ്പ് ചവറുകൾ കണക്കെ ഈ ഉമ്മത്ത് നാശമായി പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഈ വെള്ളത്തിൽ ഒലിച്ചു വരുന്ന വേസ്റ്റുകളുടെ സ്വഭാവം എന്നറിയങ്ങള്? പുഴവക്കത്തുള്ള ആചാരാക്കാന്റെ തെങ്ങുമെന്ന് താഴെ വീണ തേങ്ങയും
അതേ തോട്ടത്തിന്ന് കാലുവഴുതി വെള്ളത്തിൽ വീണ നായന്റെ ജഡവും ഒന്നിച്ചാണ് ഈ ഒലിപ്പ് വെള്ളത്തിലുണ്ടാകുന്നത്. നായയും തേങ്ങയും, നന്മയും തിന്മയും, വൃത്തികേടുകളും അതുപോലെ തന്നെ ഉപകാരപ്രദമായതും ഒരുപോലെ വെള്ളത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചിറങ്ങി വരുന്നത് പോലെ ഈ സമുദായത്തിൽ നന്മയും തിന്മയും ഒരുപോലെ കൂടി വരുന്ന കാലം ആയിരിക്കുമതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഒരു കാലത്താണ് നമ്മളുള്ളത്. നിക്കരിക്കാനും സഫുകളിൽ ആദ്യം നമ്മളുണ്ട്, അതുപോലെ ഗാനമേളയിലും നമ്മളുണ്ട്. നന്നായി നമ്മളൊക്കെ സമുദായം ആദരിക്കുന്ന വലിയ വലിയ തങ്ങന്മാരും ആലിമീങ്ങളും സ്ത്രീകളെ പരസ്യമായി രംഗത്ത് കൊണ്ടുവരാനും മുന്നിലുണ്ട്. നന്മയിലും തിന്മയിലും ഒരുപോലെ മുസ്ലിം സമുദായം വ്യാപരിക്കുന്ന ഒരു കാലം ഈ ഉമ്മത്തിനു നേരെ ശത്രുക്കളായി നീട്ടുന്ന കാലമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പം BJP-നെ പ്രതിരോധിക്കാൻ നമ്മൾ പെണ്ണുങ്ങളെ തെരുവിലിറക്കിയിട്ട് കാര്യമില്ല. അവിടെ ശത്രുക്കളെ എണ്ണം കൂടുകയും ചെയ്യും. പെണ്ണുങ്ങളെ റോട്ടിൽ വരി നിർത്തിയിട്ട് വേണ്ട, നമ്മൾ BJP-ക്കാരെയും മുസ്ലിം വിരുദ്ധരെയും പ്രതിരോധിക്കാൻ അങ്ങനെ നല്ലതും തിന്മയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളെങ്ങാനും ശത്രുക്കളെ പ്രതിരോധിക്കാൻ പോയാൽ ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ്, ശത്രുക്കൾക്ക് നമ്മളോടുള്ള ആർത്തി വർദ്ധിക്കുകയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ശത്രുക്കൾ നമ്മളെ കൊല്ലാൻ വരികയാണ്. അതുകൊണ്ട് മുജാഹിദും ജമാഅത്തൊക്കെ ചക്കിയും ചാറും വെച്ച മാതിരി കൂട്ടിക്കുവച്ചിട്ട് ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം കൂടുമെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മക്ക് അവിടെയൊക്കെ ഭയങ്കര ഈമാനാണ്. സ്വന്തം വിശ്വാസപ്പൊരുത്തമുള്ള, ഐക്യമുള്ള, ആദർശപ്പൊരുത്തമുള്ള ഒരാൾ മരിച്ചാൽ അവിടെ മയ്യത്ത് കരിച്ചാൻ പോകാൻ നമുക്ക് വല്ലാത്ത കിബിറാണ്. എന്നാൽ നമ്മൾ തന്നെ കാഫിറാന്ന് പറയുന്ന ഒരു വഹാബി മരിച്ചെടുത്ത് പോകാൻ നമ്മൾ രാവിലെ വെറുമ്പായിട്ട് തന്നെ വണ്ടിക്കും. ഇങ്ങനെ സഹോദരന്മാരെ, മുസ്ലിം സമുദായത്തിൽ ഐക്യം വേണം. അത് ആദർശപ്പൊരുത്തമുള്ളവരുടെ ഐക്യമാണ് ഉണ്ടാകേണ്ടത്. ആദർശപ്പൊരുത്തല്ലാത്ത ചക്കിഞ്ചാറൊക്കെ പാടെ കൂട്ടിക്കുവച്ചിട്ട് ശത്രുക്കളെ പ്രതിരോധിക്കാൻ പോയാൽ ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളോടുള്ള ശത്രുതയുടെ ആക്കം കൂടുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങളെ നാട്ടിലൊക്കെ ചില ചെറുപ്പക്കാരുണ്ട്, ഓലിങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരെ ഇരുട്ടിക്ക് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞൊടുക്കും, കണ്ടോ ഗുജറാത്ത് കലാപത്തിന്റെ CD അത്, നമ്മൾ ഇഞ്ഞും ഇവിടെ ഖുത്ബ ഏത് ഭാഷയിലാ ഓതണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഖുത്ബന്റെ ഭാഷയല്ല വേണ്ടത്, നിക്കരിച്ചുമ്പോ ഒരു പീച്ചാൻ കത്തി അരിയിലുണ്ടാകുക വേണ്ടത്. ഇങ്ങനെ ഇസ്ലാം കൈകാര്യം ചെയ്താൽ ആചാരാക്കാന്റെ തോട്ടത്തിലെ നായും തേങ്ങി ഒന്നിച്ചു വരുന്ന ഒലിപ്പ് വെള്ളം പോലെ സമുദായമായി പോയാൽ വല്ലാത്ത മോശത്തിലേക്ക് നമ്മൾ പോകാണ്. അതിനനുസരിച്ച് വിൽക്കാൻ പോണോന്നൊരു ഉണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മളെ നാട്ടിലെ സംവിധാനങ്ങളൊക്കെ. പടിഞ്ഞാറുകാർ പഴറ്റി പരാജയപ്പെട്ടു പോയ സംസ്കൃതി, എല്ലാവിധ ഭൗതികമായ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ പരമാവധി അനുഭവിച്ചവരാണ് പടിഞ്ഞാറുകാർ. പക്ഷേ ആ പടിഞ്ഞാറുകാരൊക്കെ കൂടുതൽ സ്വാധീനിച്ചിരുന്ന മതങ്ങൾ, ആ മതങ്ങളുടെ പല ആരാധനാലയങ്ങളും വിൽപ്പനക്ക് വെക്കുകയാണ്. എന്താണ് കാരണം? അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിന്റെ പ്രത്യാശാസ്ത്രം അവർക്ക് ആശ്വാസം നൽകുന്നില്ല. അങ്ങാടിയിൽ നിന്ന് മനസ്സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടൊരു പുരുഷൻ വീട്ടിലേക്ക് പോകുമ്പോ ആ പുരുഷന്റെ മനസ്സംഘർഷങ്ങൾക്കൊക്കെ പരിഹാരം കൊടുക്കേണ്ടവരാണ് കുടുംബിനി, കുടുംബ ജീവിതം. ഇസ്ലാം പറഞ്ഞു അവർ നിങ്ങൾക്കുള്ള പുതപ്പാണ്, അവർ നിങ്ങൾക്ക് ചെന്നണയാനുള്ള ഒരു അഭയകേന്ദ്രമാണ്. ആ കുടുംബം ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടാൽ പിന്നെ എവിടെയാണ് സമാധാനമുള്ളത്? നാട്ടിൽ നടക്കുന്ന അധിക ആത്മഹത്യകളുടെയും കാരണമെന്താണ്? നാട്ടിൽ നടക്കുന്ന അധിക ആത്മഹത്യകളുടെയും കാരണമെന്താണ് സുഹൃത്തുക്കളെ? കുടുംബത്തിന്റെ തകർച്ചകളാണ്. ഒരുപക്ഷെ സാമ്പത്തിക തകർച്ചയും ഉണ്ടാകാം. സാമ്പത്തിക തകർച്ചയുടെ പേരിൽ ആത്മഹത്യക്ക് അടിമപ്പെടുന്ന ആളുകളെ മുഴുവനും ആ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളിലേക്ക്, നഷ്ടങ്ങളിലേക്ക് എത്തിച്ചതാരാണ്? അവരുടെ ഭാര്യമാരാണെന്ന് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആത്മഹത്യകൾ പെരുകുകയാണ്.
അതിനനുസരിച്ച് കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോയി. ആർക്കും ആരെയും പ്രണയിക്കാം, പ്രേമിക്കാം, ആർക്കും ആരുടെ പിറകിലും പോകാം. 6 മാസത്തിന്, 6 കൊല്ലത്തിന്, 4 കൊല്ലത്തിന് കുടുംബജീവിതം കരാറെടുക്കുന്ന നാട്. 6 കൊല്ലക്കാലം പ്രേമം എന്ന് പറഞ്ഞ് പരമാവധി കുതിര വിട്ടിട്ട്, സുഹൃത്തുക്കളെ, പരമാവധി കുതിര വിട്ട ശേഷം പിന്നെ കുടുംബജീവിതം നയിക്കുന്നു. കാര്യത്തിൽ കിടക്കുമ്പോ 1 കൊല്ലം കൊണ്ട് ബന്ധം ഏർപ്പെടുത്തുന്നു. ഇതൊന്നും അമേരിക്കയിൽ മാത്രമല്ല, ഇപ്പൊ നമ്മളെ മൂക്കിന്റെ ചൂട്ടിലും സിനിമാ നടിമാരെന്ന് പറയുന്ന ആളുകൾ, സിനിമാ നടന്മാര് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇസ്ലാമിലെ മുത്തലാഖും നിക്കാഹൊക്കെ വല്ലാതെ കുതിര കയറാൻ ആൾക്കാർ വരാറുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ മുത്തലാഖുമായൊക്കെ ബന്ധപ്പെട്ട് കുതിര കയറാൻ വരുന്ന ആളുകൾക്കറിയുമോ, കേരളത്തിലെ സിനിമാ നടന്മാരുടെ കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ? എത്ര കുടുംബങ്ങളാണ് തകർന്നിട്ടുള്ളത്, എത്രയാണ് വഴിയാധാരമായിട്ടുള്ളത്? ആ സിനിമകളിൽ നിന്നാണോ ഒരു മുസ്ലിം സംസ്കാരം തേടുന്നത്? ആ സിനിമകളിൽ നിന്നാണോ ഒരു മുസ്ലിം മാതൃക തേടുന്നത്? സംശയമില്ല, ഒരുപക്ഷെ അവന്റെ കുടുംബജീവിതവും അവതാളത്തിലേക്കാണ്. അതിനനുസരിച്ച് ഉത്തരവാദപ്പെട്ട ജുഡീഷ്യറികളിൽ നിന്ന് വരുന്ന നിയമങ്ങൾ അല്ലെ, പടുത്തു വന്ന നിയമമാണ്. വിവാഹ ജീവിതത്തിലൂടെ അല്ലാതെയും ഒരു പെണ്ണിന് വേണമെങ്കിൽ ആവശ്യമുള്ളവരായിട്ടൊക്കെ ബന്ധപ്പെടാൻ. അല്ലെങ്കിൽ തന്നെ ഇപ്പോ പണ്ടത്തെ മാതിരി കുടുംബകലഹങ്ങളൊക്കെ കുറവാണ്. കുടുംബകലഹം കുറവായത് വെറുതെയല്ല. നമ്മളെ നാട്ടില് പെണ്ണുങ്ങൾ വല്ലതും കാട്ടിയാൽ നമ്മള് പരമാവധി സഹിക്കും. എന്താ കാരണം നിങ്ങള് പമ്പർന്നോട് ഇങ്ങോട്ട് വന്ന് പോക്കിത്തരം കാട്ടിയാലും, നമ്മൾ അങ്ങോട്ട് പോക്കിത്തരം കാട്ടിയാലും, കോടതിയിൽ പോയാൽ നമ്മളാ കുടുങ്ങ. അങ്ങനെയാണ് നമ്മളെ നാട്ടിലെ കഥ. അത് ഇങ്ങോട്ട് പോക്കിത്തരം കാട്ടിയാലും അങ്ങോട്ട് പോക്കിത്തരം കാട്ടിയാലും നമ്മളാണ് കുടുങ്ങ. അങ്ങനത്തെ ഒരു നാട്ടിൽ പഠിച്ചു വന്ന കോടതി വിധി എന്താ അറിയോ? ഇതൊക്കെ മനസ്സിലാക്കി ഇടപെട്ടോളുണ്ട്. എന്താണ് ഇപ്പോൾ വന്ന കോടതി വിധി? ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്ന കുടുംബത്തിലെ ഒരു പെണ്ണിന്, ഒരു അയമോട്ടിയാക്കാന്റെ പെണ്ണുങ്ങൾക്ക് അയലോക്കത്തെ മേമോട്ടിന്റെ കൂടെ ഒരു ദിവസം കടന്നുറങ്ങണമെന്നൊരു ഭൂതി. അയമോട്ടി പറഞ്ഞു, പോണ്ടവളെ, ഞമ്മളെ ചോറും ചായയല്ലേ തിന്നണത്. ഓള് പറഞ്ഞു, അല്ല, എന്നിച്ച് മേമോട്ടിനൊപ്പം തന്നെ കിടക്കണം. എന്നജന്റെ പണിയൊക്കെ കണ്ട് 3 തൊലാക്കും ചൊല്ലി അപ്പോനെ തൂക്കിലേറ്റും. അത് വലിയ സബുലോപിക്കാത്ത മുത്തൊലാക്ക. എന്നാ പിന്നെ ഇപ്പോഴോട് പോണ്ട, നമ്മൾ എന്ത് ചെയ്യാ? പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങനെ അയലോക്കാന്റെ അടുത്തേക്ക് പോവുകയാണ്. റേഷൻ കാർഡൊക്കെ ചേക്കലാണ്, അരി സാമാനൊക്കെ ഞാനാ കൊടുക്കല്, വേറുള്ളീന് അവിടെയാ പോണത്. അപ്പൊ പോലീസുകാർ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് മേമോട്ടിന്റെ പെരക്ക് പോലീസുകാർ കാവലിക്കാണ്. എന്തിന്? സ്ത്രീ നവോത്ഥാനത്തിനും വേണ്ടിയിട്ട്. കോടതി വിധിയാണ്. വിവാഹേതര ബന്ധത്തിന് വേണ്ടി ഒരു പെണ്ണ് ശ്രമിച്ചാൽ അതിന്റെ മുന്നിൽ ഓക്കാനിച്ച് നോക്കി നിൽക്കല്ലാതെ ഒരു പുരുഷന് വേറെ ഗതികേടില്ല, വേറെ മാർഗമില്ല. ആവശ്യത്തിനെങ്ങാൻ ഒരു പെണ്ണ് തനിക്ക് മേമോട്ടിന്റെ ഒപ്പം പോകാൻ അയമോട്ടിന്ന് ഒരു സംരക്ഷണം തരണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശബരിമലയിലൊക്കെ നിൽക്കണ മാതിരി അവിടെയും പെണ്ണിന് പോലീസ് കാവലിക്കേണ്ടി വരും. കാരണം നിയമം നടപ്പിലാക്കാൻ പോലീസ് എല്ലായിടത്തും കാവല് കൊടുക്കേണ്ടി വരും. നിയമവിധേയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു സംസ്കൃതിയിലേക്ക്, ഒരു സാമൂഹിക ചുറ്റുപാടുകളിലേക്ക് രാജ്യം കടന്നു പോകുന്നുവെങ്കിൽ ഇങ്ങനെ കുത്തഴിഞ്ഞ കുടുംബജീവിതവും ലൈംഗികരാധിപത്യങ്ങളും സുഹൃത്തുക്കളെ ലോകത്തിന് കൈമാറിയതാണ് പടിഞ്ഞാറിന്റെ തകർന്നുപോയ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇസ്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ്. ഇസ്ലാം നമ്മുടെ ജീവിതത്തെയാണ് സ്വാധീനിക്കേണ്ടത്. അതേ സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അൻസാറുകളാകുന്ന സ്വഹാബിമാരുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. അൻസാറുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു സദസ്സിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മുഅ്മിനൂന അൻതും സ്വഹാബാ അകുൻതും മുഅ്മിനൂൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? നിങ്ങളൊക്കെ വിശ്വാസികളാണോ?
അൻസാറുകളോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. ആ സമയത്ത് സ്വഹാബികൾ മുഴുവനും വിനയാതിരായി നിശബ്ദത പാലിക്കുകയാണ്. ഹബീബ് എന്താ ചോദിച്ചത് എന്നറിയില്ല, ചോദ്യത്തിന്റെ പൊരുൾ എന്താണെന്നറിയില്ല. മഹാന്മാരായ സ്വഹാബത്ത് നിശബ്ദത പാലിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബുമായി ഒന്നുകൂടി അടുത്തു നിൽക്കുന്ന ആളായതുകൊണ്ട് അടുപ്പക്കാർക്ക് കിട്ടുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നഅം യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങൾ തന്നെയാണ്, ഞങ്ങളൊക്കെ വിശ്വാസികളാണ് നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ചോദ്യം വരികയാണ്, വമാ അലാമത്തു ഈമാനിക്കും സ്വഹാബാ, വമാ അലാമത്തു ഈമാനിക്കും, നിങ്ങളെ ഈമാനിന്റെ അടയാളം എന്താണ്? നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ, ഈമാനിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാൻ 70 ചില്ലാനം ശാഖകളാണ്. ആ 70 ചില്ലാനം ശാഖകളിൽ ഏറ്റവും മുന്നതിയിൽ നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വാദിനാഹാ ഇമാതത്തുൽ അദാ അനിത്വരീഖ്, വഴിയിലുള്ള മുള്ളുകൾ നീക്കിക്കളയലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. വഴിയിലുള്ള മുള്ള് നീക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യാം. ഇനി ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക, അത് ഏറ്റവും അടിയിലുള്ള ഈമാനിന്റെ പ്രതിഫലനങ്ങളാണെന്ന് ഖാല റസൂലുള്ളാഹി. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് പ്രതിഫലിക്കേണ്ട ഈമാനിന്റെ നന്മകൾ, ആ നന്മകൾ ലോകത്ത് മുഴുവനും പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പൂച്ചക്ക് കെട്ടിയിട്ട് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ചവർക്ക് ശിക്ഷ പ്രഖ്യാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ സുഹൃത്തുക്കളെ, കിണറ്റിൽ നിന്ന് ദാഹിച്ച ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഓഫർ ചെയ്യുകയാണ്, എല്ലാവർക്കും ഉപകാരം ചെയ്യുക, ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക. അതാണ് ഒരു സത്യവിശ്വാസി. അവനിൽ നിന്ന് ആർക്കും മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാക്കിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെട്ടവരാണ്, അവന്റെ കൈകളിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെട്ടവരാണ്, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് നിർഭയത്വവും സുരക്ഷിതത്വവും വന്നാലല്ലാതെ സുഹൃത്തുക്കളെ നമ്മൾ പൂർണ്ണ മുസ്ലിമാവൂലാന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒക്കെ അതിപ്രസരമുള്ള ഒരു കാലത്ത് ആരെയും ഗീബത്തും നമീമത്തും പറയാൻ, എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ, വിശദീകരിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ എത്രയോ നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുന്ന സംവിധാനം കൂടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, വമാ അലാമത്തു ഈമാനിക്കും, സ്വഹാബ നിങ്ങളുടെ ഈമാനിന്റെ അടയാളം എന്താണ്? നിങ്ങളെ ഈമാനിന്റെ അടയാളം എന്താണ്? സ്വഹാബ പറയുന്നു, നശ്കുറു അലർ റഖാ, ഞങ്ങൾക്ക് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഞങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരാണ് നബിയേ. സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ അല്ലാഹ്ക്ക് നന്ദിയാ. സാധാരണഗതിയിൽ നന്ദി നമ്മൾ ചെയ്യൽ എപ്പോഴാ? ഇടങ്ങേറുണ്ടാവുമ്പോഴോ സന്തോഷം ഉണ്ടാവുമ്പോഴോ? പല സ്ഥലത്തും വയലിന് ചെന്നാല് സംഭാവന വരും. ഉസ്താദെ 2 കൊല്ലായി മകൻ പോയിട്ട് 6 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല, ഒന്നും ആർക്കും. അത് നമ്മൾ കഴിച്ചിലാകാനുള്ള സംഭാവനയാണ്. എന്നാൽ വേറൊരു സംഭാവന ഉണ്ട്. പഠിച്ചോനെ ഉസ്താദെ മകൻ ഗൾഫ് പോയിട്ട് 1 കൊല്ലായി, അറബി നല്ല റാഹത്താണ്, കച്ചവടമൊക്കെ നല്ല റാഹത്താണ്, അതുകൊണ്ട് 5,000 റുപ്യ നമ്മളെ പരിപാടിക്ക് സംഭാവന. ഈ സംഭാവനയാണ് ശുക്ർ.
പൊതുവെ മലയാളികളായ ഞമ്മക്കില്ലാതെ പോയൊരു സംഗതി അതന്നെയാണ്. പള്ള നിറച്ച് ചോറൊക്കെ വെച്ച് പിന്നെ ഒരു സുലൈമാനി പോകാൻ ചായയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോ എന്താ കാരണമല്ലേ വർത്താനം ചോദിച്ചാൽ നമ്മള് പറയും അങ്ങനെ പോണത്. എപ്പോഴും ഒരു ഓട്ടോറിക്ഷ കയറ്റം വലിച്ചിട മൈലേജ് നമുക്ക് ഉണ്ടാകലുള്ളൂ അല്ലേ? അറബിയാളാണെങ്കിൽ കാലൊടിഞ്ഞ് ആക്സിഡന്റ് പെട്ട് ഊരൊടിഞ്ഞ് റോട്ടിൽ കിടക്കുമ്പോ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ ബേക്കണ മാതിരിയൊക്കെ തല കുലുക്കിയിട്ടും പറയും അൽഹംദുലില്ലാഹ്. നമ്മളെ തൊള്ളിന്നൊക്കെ ഒരു അൽഹംദുലില്ലാഹ് പുറത്ത് ചാടണമെങ്കിൽ എന്തൊരു കടിഞ്ഞിപ്പിന്റെ നയിപ്പ ഒന്ന് ആലോചിച്ചോട്ടെ. സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ ഞങ്ങൾ നന്ദി ചെയ്യുന്നത് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ അല്ലാഹുവിന് നന്ദി ചെയ്യുക. വിഷമങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ ക്ഷമിക്കുക. ആരോഗ്യം ഉണ്ടാകുമ്പോ ആരാധന തോനെ ചെയ്യാം. ആരാധനകൾ ഉണ്ടാകുമ്പോ കൂടുതൽ നന്മ ചെയ്യാം അല്ലേ? സാധാരണഗതിയിൽ എന്താ ഈ സാധനം ഇങ്ങനെ കൂക്കും? സൗണ്ട് ഇത്ര കൂടുതലൊന്നുമില്ല. ഈ ബോക്സിനൊക്കെ ഉള്ള സൗണ്ട് തന്നെയുള്ളൂ. ഫാൻ ഓഫ് ആക്കി. സൗണ്ട് പോകാതെ എന്തും ചെയ്താൽ നമുക്ക് വരില്ല. നന്ദി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു നഷ്കുറു അലർ റഖാ. നബിയെ ഞങ്ങള് നന്ദി ചെയ്യും. നന്ദി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള കാലത്ത് ഇബാദത്ത് തോനെ ചെയ്യാം. ഞങ്ങളെ നാട്ടിലൊക്കെ സാധാരണ ചില ആൾക്കാരുണ്ട്, എല്ലാ പന്തളിയും കാളോട്ടും കഴിഞ്ഞിട്ട് ഇനിയൊരു ഏർപ്പാടും നടക്കൂലെന്ന് കാണുമ്പോൾ പിന്നെ ഒരു അവല് സപ്പ് തന്നെ ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെ ഇടക്കൊന്ന് നിക്കരിച്ചല്ലേ എന്ന് തോന്നി എങ്ങാനും ഔളുകാരൊക്കെ ഉണ്ടാക്കിയ ഓനെ നോക്കിയാണ് കൊല്ലും ചോദിച്ചു ഈ കാക്കാരാക്കാൻ. ഇതൊന്നും നിങ്ങളെ പറ്റിയല്ലേ നമ്മൾ പറയണേ. സഹോദരന്മാരെ, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ നമ്മൾ വിചാരിച്ച ഇസ്ലാം ദീനിൽ അങ്ങനെ ഒരു നിബന്ധന ഉണ്ടോ എന്ന് തോന്നിപ്പോകും. എങ്ങനെ? അത്യാവശ്യമൊക്കെ എല്ലാ കാലും മുട്ടുംകാലും വേദനയായി ഊര വളയാതെയായിട്ടേ ഉംറക്ക് പോകാൻ പറ്റുള്ളൂ, അപ്പോഴേ വിസ കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്കുണ്ട്. അത് വെറുതെ ഗവൺമെന്റിൽ ചിലപ്പോൾ പ്രായമൊക്കെ ഉണ്ടാവും. നമ്മൾ 10 രൂപ ഏറെ കൊടുത്താലേ നല്ല മട്ടത്തിൽ ആവേശത്തിൽ സഅയ് ചെയ്യാനും ഉംറ ചെയ്യാനും തവാഫ് ചെയ്യാനൊക്കെ മണ്ടിപ്പായാൻ വെക്കുന്ന ടൈമിൽ പോണ ഉംറക്ക്. നിസ്കരിക്കാൻ അപ്പൊ പോണം നമ്മൾ. ഇപ്പൊ നാളൊരു പള്ളിക്ക് പോയി നോക്കുമ്പോ ഔത്തപ്പള്ളിയില് മുഴുവൻ കസാല. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എത്ര ഈ പള്ളിക്കൽ കൊണ്ടുവന്ന് കണ്ട് ഡെക്കറേഷന്റെ കസാല മുഴുവൻ ഇട്ടിക്കണേ. കസാല വാടക കൊടുക്കാൻ വാങ്ങിക്കണമെങ്കിൽ അതിനോ റൂമും കൂടി വാങ്ങിക്കൂടെ ഞങ്ങൾക്ക്? അപ്പൊ പറഞ്ഞത് നിസ്കരിച്ചാനുള്ള കസാലയാണ്. ഇപ്പൊ നാട്ടിൽ അങ്ങനെയൊക്കെ ചില ഒരു സംഗതി ഉണ്ട്. ഈ സഭയിൽ പോയാ പിന്നെ മധുരമില്ലാത്ത ചായ ചോദിച്ച, എന്നിട്ട് കടി കൂട്ടാൻ ലഡു വാങ്ങുക. അപ്പോഴാണ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ആളാന്ന് ആൾക്കാർക്ക് തോന്നുള്ളൂ. ഇതുപോലെ പള്ളിക്ക് നിക്കരിച്ചാൻ ചെന്നാൽ പിന്നെ ഒന്ന് കസാലിൽ നിക്കരിച്ചണം. കിലോമീറ്ററുകൾ നടന്നു വന്നിട്ട് പിന്നെ കുത്തിരി നിക്കരിച്ചാന്ന് പറഞ്ഞാൽ എന്താപ്പ അതിന്റെ സംഗതി നമുക്ക് മനസ്സിലാവില്ല. നടന്നു പോന്നുകാണ്ട് കുത്തിരി നിക്കരിച്ച. അപ്പൊ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നഷ്കുറു അലർ റഖാ. ഒരാൾക്ക് ആരോഗ്യ ബുദ്ധിയുള്ള സമയത്ത് ബുദ്ധി സ്ഥിരമായി നിൽക്കുന്ന കാലത്തോളം നിസ്കാരം എന്ന നിർബന്ധം നമ്മിൽ നിന്ന് ഒഴിവാകൂല. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ ഇരിക്കണം, അതിനും കഴിയില്ലെങ്കിൽ കിടക്കണം. കിടന്നിട്ടും അവന് ശാരീരികമായി ചലനങ്ങളിൽ അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബുദ്ധിയുണ്ടോ മനസ്സുണ്ടെങ്കിലും നിർവഹിക്കേണ്ട ആരാധനയാണ് നിസ്കാരമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമുക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ വരുമ്പോ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ വിഷമങ്ങളിൽ നമുക്ക് കൂടുതലായി സുന്നത്ത് നിസ്കരിക്കാൻ കഴിയാതെ വരുമ്പോ, നമ്മൾ കിടന്ന് നിസ്കരിക്കുമ്പോ ഇരുന്ന് നിസ്കരിക്കുമ്പോ ആ സമയത്തുള്ള നിസ്കാരത്തിന്റെ പോരായ്മകള് ആരോഗ്യമുള്ള കാലത്തെ നമ്മുടെ അമലുകളെ കൊണ്ട് നിസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരോഗ്യമുള്ള കാലത്ത് അല്ലാഹുക്ക് നന്ദി ചെയ്യണം. ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തും ചെയ്യരുത്. ബിസ്മി ചൊല്ലിയിട്ട് ആദ്യം തന്നെ ഇസ്ലാം ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്കൊരു മാനദണ്ഡം തന്നിട്ടുണ്ട്. ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ട് തിന്നണം, അതിൻ്റെതായ രീതിയിൽ തിന്നണം. 12 മാസത്തിൽ ഒരു മാസം പകലൊന്ന് നോമ്പെടുക്കണം. ഇങ്ങനെ ഇസ്ലാം ഭക്ഷണത്തിന് പറഞ്ഞൊരു ക്രമീകരണം ഉണ്ട്. ആ ക്രമീകരണം നമ്മൾ സ്വീകരിച്ചാൽ മതി. പിന്നെ ബിസ്മി ചൊല്ലി തൊള്ളക്ക് പറ്റുന്നതൊക്കെ തിന്നാം. നമ്മൾ കുറച്ച് കാലം മുമ്പ് കുറെ സാധുക്കൾ എന്ത് ചെയ്തു, പോത്തിറച്ചി തിന്നാ കൊളസ്ട്രോൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പോത്തിറച്ചി ഒഴിവാക്കി. നഷ്ടം നല്ലത് എന്താ പറയുക. ഇപ്പൊ പറയുന്നേക്കണ് പോത്തിറച്ചി തിന്നിട്ടില്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും. നമ്മളിപ്പോ അയിമ്പലാണ്. ഞമ്മക്ക് മലപ്പുറത്തേക്ക് 2 എണ്ണം കിട്ടിയിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. അപ്പൊ സഹോദരന്മാരെ, ഞാന് ഇന്നാളൊരു ഡോക്ടറെ അടുത്ത് പോയി, പിന്നെ കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട്, പൊരിച്ചതൊക്കെ ഇറച്ചിയും പൊരിച്ചതൊക്കെ ഒഴിവാക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു കയ്യൂലല്ലോ ഡോക്ടറെ. എന്നാ പിന്നെ കുഴപ്പമില്ല, മലപ്പുറത്തേക്ക് ഇത് കുറച്ചൊക്കെ ഉണ്ടാവും, 1000 വരെ ഇത് പോകങ്ങൾ പോയിക്കോളിയാണ്. ആ ഇജാസമാണ് പോകുന്നതാണ്. അള്ളാഹു മുസീബത്തുനിന്ന് നമ്മളെയൊക്കെ കാക്കട്ടെ. സഹോദരന്മാരെ, ഭക്ഷണത്തിന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ക്രമീകരണമുണ്ട്. അതുപോലെ എല്ലാത്തിനും അള്ളാഹുവിന്റെ ഹബീബിന്റെ ക്രമീകരണമുണ്ട്. അവിടെ എല്ലാം ആ ക്രമീകരണങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ അതേ സുഹൃത്തുക്കളെ, നമ്മൾ വലിയ പ്രതിസന്ധിക്ക് പോകാണോ എന്ന് നമ്മളൊക്കെ ആശങ്കപ്പെടാണ്. ടൗണുകളിലെ ടെക്സൈസുകളും ജ്വല്ലറികളും ഒക്കെ ഇങ്ങനെ ഇടപാട് നടക്കാതെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടൗണിലും ആളുകൾ ഇങ്ങനെ മാർക്കറ്റിലെല്ലാം വില കച്ചവടങ്ങൾ കുറഞ്ഞു പ്രയാസപ്പെടുകയാണ്. ആരുടെ അടുത്ത് പോയാലും സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് കേൾക്കുന്നത്. മലബാറിലും മലയാളികളുടെ എല്ലാവിധ പുരോഗതിക്കും കൂടെ നിന്ന പ്രവാസികളായ സുഹൃത്തുക്കള്, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള പ്രദേശങ്ങളിലെ പ്രവാസികളായ സഹോദരങ്ങള് ഒരുപാട് നിയമക്കുരുക്കുകളിലും അതുപോലെ പ്രതിസന്ധികളിലും പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ്. അല്ലാഹുവേ, അവർക്ക് നീ ഇസ്സത്തുള്ള പരിഹാരം നൽകണേ അല്ലാ. കുറേ നല്ല മനുഷ്യന്മാരുണ്ട് അല്ലെ? നമ്മളൊക്കെ ഇങ്ങനെ ഈ ഗൾഫിൽ പല സംഗതിക്കും പിരിവിന് പോകുമ്പോ പ്രായമായ ആളുകൾ ഇപ്പോഴും ഗൾഫിൽ നിൽക്കുക. അവര് പറയും, ഉസ്താദെ മക്കൾക്കൊക്കെ ജോലിയുണ്ട്, അത്യാവശ്യമൊക്കെ റാഹത്ത് തന്നെയാണ്, പക്ഷെ എന്നാലും ഞാനൊന്നും ഇപ്പോഴും നാട്ടിക്ക് നിർത്തി പോകാത്തത് ഇങ്ങളെ പോലത്തെ തങ്ങന്മാരും മൂല്യമാരൊക്കെ ദീനിന്റെ വിഷയം പറഞ്ഞു വരുമ്പോ നിങ്ങളെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഇവിടെ നിന്നാലേ കഴിയുള്ളൂ എന്ന് പ്രായമായിട്ടും പറയുന്ന ചിന്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുള്ള നാടാണ് പ്രവാസലോകം. അല്ലാഹുവേ, അവർക്ക് നീ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന നിഅമത്തിന്റെ കവാടങ്ങളൊന്നും പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് കൊട്ടിയടക്കല്ല അല്ലാ. ഞാൻ കുറച്ചു മുമ്പ് സൗദി പോയപ്പോ ഒരു മധ്യവയസ്കനായ സഹോദരൻ നിർത്തി പോരാണ്. അപ്പൊ പറഞ്ഞു, ഉസ്താദെ കുറച്ചു പൈസ ഞാൻ കയ്യിൽ പിടിക്കുന്നുണ്ട്, നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി തുടങ്ങണം. കാരണം ഞാൻ ഇവിടെ വന്ന് എന്റെ ഈ കച്ചവടം തുടങ്ങിയ അന്ന് മുതൽ എന്റെ മേശപ്പുറത്ത് മർക്കസിന്റെ ഒരു സംഭാവന പെട്ടിയുണ്ട്, സിറാജുൽ ഹുദയുടെ ഒരു സംഭാവന പെട്ടിയുമുണ്ട്. ഇന്ന് വരെ എല്ലാ ദിവസവും ഞാൻ അതിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ടുണ്ട്. നിർത്തിപ്പോയാൽ ഇതിന് കഴിയൂലല്ലോ ഉസ്താദേ. അതുകൊണ്ട് നാട്ടിൽ ചെന്നിട്ടും എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങണം. കുട്ടികളെ പോറ്റാനല്ല, മുത്തഅല്ലിമീങ്ങളെ ആലിമീങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കുവാനും അധ്വാനിക്കണമെന്ന് ചിന്തിക്കുന്ന ആയിരങ്ങളുടെ ലോകമാണ് പ്രവാസ ലോകമെന്ന് പറയുന്നത്. അല്ലാഹു അവർക്ക് ഇസ്സത്ത് നൽകട്ടെ, അല്ലാഹു അവർക്ക് ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെ മലബാറിലെ ജനങ്ങൾക്കിടയിൽ അല്ലാഹു തആല തുറന്നു തന്ന ഗൾഫിന്റെ കവാടത്തിൽ കിട്ടിയ നിഅമത്തുകൾക്ക് നന്ദി ചെയ്ത ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവർ
അവരുടെ വിയർപ്പിന്റെ ഗന്ധം നമ്മുടെ നാട്ടിലെ വിധവകളിലുണ്ട്, സാധുക്കളുടെ അടുക്കളയിലുണ്ട്, മക്കളെ കെട്ടിച്ചു കൊടുത്തേടത്തുണ്ട്. ആയിരങ്ങളാകുന്ന അനാഥകളിലെ ആയിരക്കണക്കായ അനാഥകളിലുണ്ട്. അതുപോലെ 10,000-ങ്ങളാകുന്ന മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കുന്നതിൽ അവരുടെ സഹായങ്ങളുണ്ട്. മലബാറിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കുന്നതിൽ വലിയ പ്രതിഫലമുള്ള വിയർപ്പുകളാണ് പ്രവാസികളുടെ ലോകം എന്ന് പറയുന്നത്. നഷ്കുറു അലർ റഹാ, അതെ, അവര് നന്ദി ചെയ്തവരുടെ ലോകമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നന്ദി കേടിന്റെ ഒരു ലോകം വേറെയുമുണ്ട് ജനങ്ങളെ. ഈ നിതാക്കാത്തടക്കമുള്ള പ്രതിസന്ധികളും നമ്മ വരിഞ്ഞു മുറുക്കുമ്പോ നമ്മുടെ നാട്ടിലെ കാർഷിക വിളകൾക്ക് വില കുറയുകയാണ്. ഗൾഫിൽ നിന്ന് വരുന്ന വരുമാനം കുറയുകയാണ്. പഴമക്കാര് പറഞ്ഞ താളിന്റെ തിന്ന് ജീവിച്ച ഒരു വെറുതിയിലേക്ക് മലബാർ തിരിച്ചു പോകുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴോ കയ്യിലുള്ള പണം കൊണ്ട് ദൂർത്തടിക്കുന്ന ആളുകൾ എത്രയാണ്. കല്യാണ മാമാങ്കങ്ങളുടെ പേരില്, അതേ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ മദ്യം വിളമ്പുന്ന മാപ്പിള തറവാട്ടുകൾ ഉണ്ടായില്ലേ ചെറുപ്പക്കാരാ? മദ്യം വിളമ്പുന്ന കല്യാണ സദസ്സുകള് അച്ചടക്കത്തോടെ ഒരു വീട്ടിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന പുതിയാപ്പിളച്ചക്കനെ ആദരവോടെ ഇരുത്തി, പുതിയാപ്പിള പോകുമ്പോഴെങ്കിലും ഒന്ന് വെള്ളവസ്ത്രം ധരിക്കണം, തലമറക്കണം എന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയ കാരണവന്മാരുടെ കാലം കഴിഞ്ഞില്ലേ ജനങ്ങള്? അതേ, കല്യാണത്തിന്റെ അന്നെങ്കിലും ഒന്ന് വെള്ളവസ്ത്രം ധരിക്കണം എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ കാലം കഴിഞ്ഞില്ലയോ? അതേ, അച്ചടക്കത്തോടെ ഫാത്തിഹ വിളിച്ച് നാട്ടുകാരണവന്മാരും പള്ളിയിലെ ഉസ്താദുമാരും തങ്ങന്മാരും നാട്ടിലാദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ മലായിക്കത്തിന്റെ സാന്നിധ്യമുള്ള ആത്മനിർഭരമായ സദസ്സിൽ നിന്ന് അച്ചടക്കത്തോടെ പുതിയാപ്പിള ഇറങ്ങിയ കാലമുണ്ടായിരുന്നു. കാരണം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വിവാഹമെന്ന് പറയുന്നത്, ആ വിവാഹമെന്ന് പറയുന്നത് ഒരു വലിയ സുഹൃതമാണ് മുസ്ലിമേ. നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, ദാനധർമ്മങ്ങൾ പോലെ, സൽക്കർമ്മങ്ങൾ പോലെ ഒരു സൽക്കർമ്മത്തിൽ പെട്ടതാണല്ലോ വിവാഹമെന്ന് പറയുന്നത്. ആ വിവാഹത്തിന്റെ തലേ ദിവസം തൊട്ട് തുടങ്ങുന്ന മദ്യം വിളമ്പലുകളിലൂടെ ആരംഭിക്കുന്ന വൃത്തികേടിന്റെ ഒച്ചപ്പാടുകള് കല്യാണ സദസ്സിൽ നിന്ന് നാട്ടുകാരണവന്മാരെ മുഴുവനും അതാ മാനം കെടുത്തി പുതിയാപ്പിളച്ചക്കൻ തന്റെ ഭാര്യയെ കൊണ്ടുവരുന്ന വൃത്തികേട് കണ്ടിട്ടില്ലേ? എന്തൊക്കെ പേക്കൂട്ടുകളാണ്. ഒരു കല്യാണം നടക്കുമ്പോ വീട്ടുകാര് ബേജാറാകാണ്. പുതിയാപ്പിളച്ചക്കനും കൂട്ടക്കാരും എങ്ങനെയാണ് കല്യാണ സദസ്സിൽ വരാനറിയില്ല. മാനം കെടോ പടച്ചോനെ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ വീടുകൾ എത്രയുണ്ട്. തീർന്നില്ല. പണ്ട് കാലങ്ങളിൽ ഇണപിരിയാതെ ജീവിച്ച അനുജന്മാരോട് ഏട്ടന്മാരോട് പിരിയാൻ സങ്കടപ്പെടുന്ന, അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന വിരഹത്തിന്റെ വേദനയും കടിച്ചിറക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കല്യാണ വീട്ടിൽ നിന്ന് പന്തലിൽ ഇറങ്ങിയിട്ട് പുതിയാപ്പിളന്റെ വീട്ടിലേക്ക് പോകുന്ന പെണ്ണുങ്ങളില്ലേ? ഇന്നതാ ആണും പെണ്ണും നാണമില്ലാതെ കൂട്ടാടിപ്പോവുകയാണ്. പണത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് ആടിത്തിമറിക്കുന്ന ആഭാസങ്ങളായി മാറിയില്ലയോ? പണം എന്നത് ദൂർത്തിന്റെ വഴികളായി പോയി. ഗൾഫിൽ നിന്ന് നമ്മുടെ ഭർത്താക്കന്മാര് നമ്മിലേക്ക് പണമയച്ചു തന്നപ്പോ നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇതിന്റെ ഫലങ്ങൾ എങ്ങനെയാണ്. അടുത്തൊരു ഗൾഫാരഞ്ഞോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ജമ്മാനും പെണ്ണുങ്ങളെ ഒന്ന് കൊണ്ടുപോയി ഗൾഫിക്ക്. ഗൾഫ് തന്നെ എന്തൊരു ചൊർക്ക പോയോക്കണ്ടേ. ഞാൻ ആദ്യം പിരിവിന് പോയ കാലത്ത് നമ്മളിപ്പോ ഈ ഗൾഫുകാർ ഇവിടുത്തെ ഈ 5 സെന്റില് പുറത്തേക്ക് തിരക്കിയിട്ടുണ്ടാക്കിയ പെരയൊക്കെയല്ലേ നമുക്ക് അറിയുള്ളൂ. അവിടെ ചെന്ന് നോക്കുമ്പോ ഒക്കെ ഒരു റൂമില് ട്രെയിനിലെ സീറ്റ് പോലെ മേലക്കുമേലെ അടിച്ചുണ്ടാക്കിയിട്ട് കടന്നുറങ്ങാണ്. ആദ്യം പോയപ്പോ പിന്നെ പിരിച്ചാൻ തോന്നിയില്ല. പിന്നെ നമുക്കും കണ്ണിച്ചോരല്ലാതെയായി നമ്മളും വാങ്ങാണ്. ഇവിടെ വന്നിട്ട് വലിയ പേര നമ്മള് മാപ്പിളാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്തെങ്കിലും ഗൾഫിലൊരു ചെറിയ ജോലി കിട്ടുമ്പോ ആദ്യം തന്നെ നമ്മൾ 5 സെന്റ് വാങ്ങും. ആ 5 സെന്റിന്റെ ആധാരം പിന്നെ കൊണ്ടുപോയി പണയം വെക്കും. ഇത്തരം വർക്കത്ത് പിന്നല്ല, പണയം വെച്ചാ പിന്നെ കടം കൂടിക്കോളും. ഇത്തരം കടത്തിന് വർക്കത്ത് കിട്ടുന്ന കേന്ദ്രം ബാങ്കിനെ പോലെ വേറല്ല.
എന്നിട്ട് പിന്നെ ആ പെരണ്ടാക്കാൻ നേരത്തെ പിന്നെ അയലോകക്കാരന്റെ ചെടി വെയിലിച്ചെടിയും കൂടി തിരക്കിയിട്ടാ ഞമ്മള് തറക്കല്ലിടുക. കട്ടകാലം പിടിച്ച് നിത്താക്കാത്തിൽ നമ്മൾ കയറി വന്നാൽ പിന്നെ ഹയാത്ത് കാലത്ത് അതൊന്ന് പെയിന്റ് അടിച്ചാലുള്ള മുക്കാലി നമ്മളെ കയ്യിലുണ്ടാവൂല. ഞങ്ങളെ നാട്ടിലൊക്കെ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. ഓലൊക്കെ നല്ലോണം കൈക്കോട്ട് കൊത്താൻ പറ്റിയ സ്ഥലം നോക്കിയിട്ടാ പോവുക. ഏത് മലന്റെ മുകളിൽ ചെന്നാലും ഇളക്കി മറിച്ചൊരു പൂളെ ചേമ്പോ ചേനയോ നട്ടിട്ട് അതാണ് പച്ചപ്പം കൃഷി ചെയ്യുന്നത്. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ നിങ്ങൾ ചെടി നടണമെന്ന് നമ്മെ പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. ചെടി നടണം, പ്രകൃതി സംരക്ഷിക്കണം, പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഇതൊക്കെയാണ് ഇസ്ലാം. ഇസ്ലാം എന്നത് പ്രകൃതിയെയും പരിസ്ഥിതിയെയും മനുഷ്യത്വത്തെയും മാനവികതയെയും മനസ്സാക്ഷിയെയും എല്ലാം സംരക്ഷിക്കുന്ന സമഗ്രമായ ജീവിത പദ്ധതിയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയപ്പോ പലതും മറന്ന ജനങ്ങളില്ലേ. വിസിറ്റിന് കൊണ്ടുപോയി വാടാൻ നിർത്തി. അതിന്റെ ശേഷം ഇവരെ ഇമ്മഞ്ഞോട് ഇന്ന സാധനമാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടുത്തെ വലിയ പണക്കാരും അവിടെ കഴിഞ്ഞുള്ള ചില റൂമുണ്ട് അല്ലെ, സമാധാനത്തിനൊരു പൂച്ചക്കുട്ടിയൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചു പോകാണ്. ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ കുടുംബനാഥന്മാർ നമ്മുടെ കയ്യിലേക്ക് അയക്കുന്ന നാണയത്തുട്ടുകൾ ഒരു മാസം കഴിയുമ്പോ തീരാണ്. അങ്ങാടികളിലെല്ലാം ഉമ്മമാരിറങ്ങിപ്പോയി. ജ്വല്ലറികളും ടെക്സ്റ്റൈൽസുകളും സ്ത്രീകളെ കൊണ്ട് നിബിഡമാവുകയാണ്. അറിയുന്നുണ്ടോ ഈ പണം സമ്പാദിക്കുന്നതെങ്ങനെയാണ്? മണലാരണ്യത്തിന്റെ ചൂടെത്രയാണ്, അവിടെയുള്ള വിയർപ്പിന്റെ വിഷമങ്ങൾ എത്രയാണ്, ബാത്റൂമിൽ കയറിയിട്ടൊന്ന് മനോഹരിക്കുമ്പം പോലും അനുഭവപ്പെടുന്ന വെള്ളത്തിന്റെ ചൂടെത്രയാണ്. ഈ ചൂട് മുഴുവനും സഹിച്ചിട്ടാണ് കുടുംബം പോറ്റുന്നത്, നാട് പോറ്റുന്നത്, സാധുക്കളെ പോറ്റുന്നത്, സ്ഥാപനം പോറ്റുന്നത്. എന്നിട്ടും നമ്മൾ നന്ദികേടിന്റെ വാഹകരായി മാറിയപ്പോ നിയമം കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നുണ്ടോ? അല്ലാഹു നമ്മെ ശിക്ഷിക്കാതിരിക്കട്ടെ. കുറച്ചാൾക്കാര് മോശക്കാരായ എല്ലാരും കുടുങ്ങും. അങ്ങനെയാണ് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസാ. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ നല്ലൂര് മാത്രല്ല പെടുക. ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാലോ അപ്പം ഞമ്മക്കൊക്കെ നേരം വിളിക്കും. സാധാരണഗതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താണ്? ചെങ്ങന്നൂർ കൂടെ വള്ളണ് വന്നപ്പോഴാണ് അമേരിക്കയിലെ പെൺകുട്ടി ലൈവ് വിടുകയാണ്. അയലോകക്കാരന്റെ നമ്പറും ചേക്കല്ല, വാർഡ് മെമ്പറെ നമ്പറും ചേക്കല്ല, എന്റെ അമ്മയുണ്ട് അവിടെ, ആരെങ്കിലും ഒന്ന് പോയി രക്ഷപ്പെടുത്തണേ. അതുവരെ നമ്മൾ കരുതിയത് എന്താ അറിയോ? അതുവരെ നമ്മൾ കരുതിയത് ഒരു നല്ല മതിലും, ആ മതിലിനൊരു ഗേറ്റുമ്പോ നായുണ്ട് എന്നുള്ളൊരു ബോർഡും ഉള്ളിലൊരു നായും പേരന്റെ ഉള്ളിലൊരു വൃത്തി ഉണ്ടായാൽ സുരക്ഷിതത്തായി. അടുക്കളയിലേക്ക് വെള്ളം കയറിയ അത് തന്റെ തലക്കുമീടെ ഉയർന്നു പൊന്തിയപ്പോ അയൽവാസിയുമായി ബന്ധമില്ലാത്തവൻ, നാട്ടിലെ പൊതുപ്രവർത്തകരോട് പിന്തിരിഞ്ഞു നിന്നവൻ, താനും തന്റെ കുടുംബവും സ്വന്തക്കാരുമെന്ന സ്വാർത്ഥതയിലേക്ക് തിരിച്ചുപോയ മനുഷ്യന് തിരിച്ചറിവ് നൽകിയ അല്ലാഹുവിന്റെ ശിക്ഷ കണ്ടോ? സുഹൃത്തുക്കളെ, നമ്മൾ അഹങ്കരിച്ചു പോയി. മുമ്പൊക്കെ ഈ ബറാഅത്ത് രാവിന്റെ അന്ന് 3 യാസീൻ ഓതണം, 1 റിസ്ക് വർദ്ധിക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മക്ക് അന്നത്തെ തലമുറ ഇതിനൊന്നും ആയത്തി ചോദിച്ച് നടന്നില്ല. യാസീൻ ഓതിയിട്ടെങ്കിലും ഒരു നേരം പള്ളർച്ച് തിന്നാൻ കിട്ടണമെന്നേ ഓല അന്ന് കണക്കൂട്ടിയിട്ടുള്ളൂ. ഇപ്പൊ ഞമ്മക്ക് 3 നേരം അല്ലെ, റമദാന് 30 ദിവസം ബിരിയാണി തിന്നിട്ട് പിന്നെ പെരുന്നാക്ക് ഏത് ചോറാ വെക്കുക എന്ന് ആലോചിച്ച് ടെൻഷനാണ് ആൾക്കാരെ നമ്മള്. ഈ ഒരു കാലത്ത് മോലേര് വയലേറിയാണ് റിസ്ക് വർദ്ധിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? യാസീൻ ഓതണം. എങ്ങനെ ഉണ്ടാവും? ഞമ്മക്ക് ആയത്ത് കിട്ടിയാൽ തന്നെ ഓതുവോ? അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ തെളിവും ചോദിച്ചു അങ്ങനെ ഫിത്ന തുടങ്ങിയത് അല്ലേ? നമ്മൾ പണ്ട് മാലി മൗലൂദ് ഓതിയ രോഗം മാറുന്നു പറഞ്ഞു, നാട്ടുകാർ അന്ന് അതേ ഓതിയിട്ടുള്ളൂ. എന്തേ? തന്റെ കാർ പോർച്ചിൽ വണ്ടിയില്ല, ഉടനെ ഓടിച്ചെന്നാൽ എപ്പോഴും തുറന്നു കിട്ടുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു മൗലൂദ് ഓതിയിട്ട് തന്നെ അല്ലേ? നമ്മളൊക്കെ പഴമക്കാരായ ഉമ്മമാര് പ്രസവിച്ചത് എങ്ങനെയാ? ബുറുദ ചൊല്ലിയിട്ട് തന്നെ. ബുറുദ ചൊല്ലി മൗലൂദ് ഓതി 5ഉം 8ഉം 10ഉം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി.
ആ ജന്മം നൽകിയ തലമുറയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നിപ്പോ ഒരു പമ്പർ നോക്ക് ഗർഭമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞാലേ മൂപ്പത്തി വിശ്വസിക്കുള്ളൂ. ഉണ്ട് എന്ന് മൂപ്പര് പറഞ്ഞാണ്ട്. ഇനി ഡേറ്റ് നിശ്ചയിച്ചു കൊടുത്തു. 25-ാം തീയതി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20-ാം തീയതി വേദന ഉണ്ടായാലും മൂപ്പത്തിക്ക് തോന്നുകയാണ് അത് ഗ്യാസാണ്, 25-ാം തീയതി ആകണം. 25-ാം തീയതി പ്രസവ വേദന വന്നിട്ടില്ലെങ്കിൽ തന്നെ പെണ്ണിന് തോന്നുകയാണ് എന്തോ ഒരു വേദന ഉണ്ടോന്ന് പോണം. ഡോക്ടർമാരാണെങ്കിൽ സിസ്റ്റർമാർക്കൊക്കെ ശമ്പളം കൊടുക്കണമെങ്കിൽ 4 ദിവസം മുൻകൂട്ടി പറയണത്. ഓപ്പറേഷൻ ചെയ്തെടുത്താലേ ബില്ല് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഡേറ്റിനേക്കാളും 2 ദിവസം നേരത്തെ പറയും, നല്ലത് കീറി മുറിച്ചാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കാലം വന്നു. എല്ലാത്തിനും നമ്മൾ ഡോക്ടർമാരെയൊന്നും നമ്മൾ തള്ളിപ്പറയേണ്ട, എല്ലാം അള്ള വെച്ച കാരണങ്ങളാണ്. പക്ഷേ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ആത്മീയമായ കാരണങ്ങളെയും വിസ്മരിച്ചു പോയ മനുഷ്യൻ, ആ വിസ്മരിച്ചു പോയ മനുഷ്യനറിയുന്നുണ്ടോ അള്ളാഹു ശിക്ഷ ഇറക്കിയാൽ എവിടെ പോയി ഒളിക്കാനാണ്? നിപ്പ വൈറസിന്റെ വലിയ ഭീകരമായ പരീക്ഷണം മലയാളികൾക്കിടയിലേക്ക് വന്നപ്പോ നിപ്പ വൈറസിന് അടിമപ്പെട്ടു പോയ രോഗിയെ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടതിന്റെ പേരില് ഒരു രോഗിക്ക് അവസാനത്തെ ആശ്രയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജെങ്കില് ആ മെഡിക്കൽ കോളേജിൽ ഒരു നിപ്പ വൈറസ് രോഗി അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്ന കാരണം പറഞ്ഞു മറ്റുള്ള രോഗികൾ മുഴുവനും ആ മെഡിക്കൽ കോളേജിൽ നിന്ന് പായയും ചുരുട്ടി വീട്ടിലേക്ക് ഓടിയ കാലം നമ്മിൽ വന്നില്ലയോ സുഹൃത്തുക്കളെ? മെഡിക്കൽ കോളേജിന്റെ പരിസരത്തെ കടകളൊക്കെ ഹർത്താൽ പോലെ അടച്ചുപൂട്ടി ആളുകൾ ഓടിപ്പോയ കാലം വന്നില്ലയോ? വത്തഖൂ ഫിത്നത്തല്ല തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസാ. അതെ, തന്റെ ബന്ധപ്പെട്ട ഒരാൾ മരണാസന്നനായി കിടക്കുമ്പോൾ അത് തന്റെ മടിയിലാകണം. ചെവിച്ചിലൊന്ന് കലിമ ചൊല്ലിക്കൊടുക്കണം, ഒന്ന് സംസം വെള്ളം തൊട്ടുകൊടുക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്റെ മാനസിക അവസ്ഥയില്ലയോ? അവിടെയാണ് അതാ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട നിപ്പ വൈറസിന്റെ രോഗിയെ അകലെ നിന്ന് കാണുവാനല്ലാതെ കലിമ ചൊല്ലിക്കൊടുക്കാൻ, വെള്ളം തൊട്ടുകൊടുക്കാൻ, മടിയിൽ കിടത്താൻ കഴിയാതെ വിഷമിക്കുന്ന ഒരവസ്ഥ എത്ര വേദനയാണ്! ആ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ബോധമുള്ള രോഗി അകലെ നിൽക്കുന്ന മോനെ കണ്ടുകൊണ്ട്, ഉപ്പയെ കണ്ടുകൊണ്ട്, ഭാര്യയെ കണ്ടുകൊണ്ട് ഒരു വസിയ്യത്ത് പോലും പറയാൻ കഴിയാതെ ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്ന ദുരന്തം വരുമ്പോ നിപ്പ വൈറസിന്റെ അണുക്കളെ പേടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പായയും ചുരുട്ടി വീട്ടിലേക്ക് മടങ്ങിയാൽ എവിടെയാണ് നിരീശ്വരവാദിക്ക് അഭയകേന്ദ്രമുള്ളത്? എവിടെയാണ് വഹാബിക്ക് അഭയകേന്ദ്രമുള്ളത്? എവിടെയാണ് പുത്തൻവാദികൾക്ക് പ്രതീക്ഷയുള്ളത്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈമാനുള്ള മനുഷ്യന് പ്രതീക്ഷയുണ്ട്, ഈമാനുള്ള മനുഷ്യന് അവലംബമുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഓടി വന്നാലും പഠിച്ചവനെ പരിശുദ്ധ ഖുർആനൊന്ന് മന്ത്രിച്ചൂതുക, വഅലിന്റെ മജ്ലിസിലൊന്ന് ദ്വാരിപ്പിച്ചു നോക്കുക, മുട്ടിപ്പടി സലാത്തിനൊന്ന് പോയി നോക്കുക. ഇങ്ങനെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് സമാധാനം നൽകുന്ന പ്രതീക്ഷകള്! എന്നാൽ ഒരു നിരീശ്വരവാദിക്ക് പ്രതീക്ഷ എവിടെ? ഒരു നവീനവാദികൾക്ക് പ്രതീക്ഷ എവിടെ? അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ, അതേ നഷ്കുറു അലർ റഖാ, അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ നന്ദി ചെയ്യുക, അതാണ് ഞങ്ങളെ ഈമാനിന്റെ അടയാളം. നബിയേ വനസ്ബിറു അലൽ ബലാ, പരീക്ഷണങ്ങൾ വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കാറുണ്ട് നബിയേ. പരീക്ഷണം വരുമ്പോ ക്ഷമിക്കുക. ഇതൊക്കെ നോക്കി നിങ്ങള് 60 കൊല്ലട്ടം പോലെ നമ്മൾ എന്ത് ചെയ്തിക്കണ്? ഇഷ്ടം പോലെ പന്തളിച്ചു. പിന്നെ ഇങ്ങനെ മുട്ടും കാലിനൊക്കെ ഒരു വേദന ഉണ്ടാവും. എന്നാ പിന്നെ അതന്നെ എന്തോ ഒരു വേദന. കാണുന്നവരോട് മൊയ്യോ ഈ ദ്വാരക്കാനൊരു പറച്ചില് പറയണം. പക്ഷെ ചിലരൊക്കെ പറച്ചില് കേട്ടാൽ ആചാരക്കൊക്കെ ഇനിയൊരു സെവൻസ് കളിച്ചണം എന്നുള്ള കമ്പുണ്ട് എന്നാ തോന്നിപ്പോവുക. അത് നടക്കുക. പടച്ചോനെ 10, 40, 50 കൊല്ലൊക്കെ ഞാൻ മട്ടം പോലെ നടന്നില്ലേ, ഓടിയില്ലേ, ചാടിയില്ലേ, അതിനിപ്പോ വല്ലതും ഞാൻ ചെയ്തിക്കണം. എന്റെ നാട്ടിലത്തെ ഒരു കലണ്ടർ ഉണ്ട്, നമ്മളൊക്കെ കലണ്ടർ മാറ്റിവെക്കുന്ന ടൈമായി. നിങ്ങളൊക്കെ പകരം കലണ്ടർ വാങ്ങിയിട്ടുണ്ടോ? എന്നാലും ഈ മാസം കഴിഞ്ഞാൽ പോയി വിൽക്കാൻ പറ്റൂല. നിങ്ങളൊക്കെ ഓരോന്ന് വാങ്ങണം.
ഒരു 10-50 സംഭാവന കൊടുത്തിട്ട് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഒന്നുമില്ലാത്തവര് 20 റുപ്യ കൊടുത്തിട്ട് വാങ്ങണം, അല്ലാത്തവര് പരമാവധി കൊടുത്തിട്ട് വാങ്ങണം. അല്ലാഹു നമ്മളെ ചെറുതും വലുതുമായ സ്വതക്കുകളൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നസ്ബിറു അലൽ ബലാ. പണ്ട് മുട്ടുംകാലിന് വരുത്തുന്നങ്ങാണ്ട് ഡോക്ടറെ അടുത്ത് പോയി ഒരു കാരണമില്ല. അപ്പോ ഡോക്ടർ പറഞ്ഞു വയസ്സെത്തിരിയായി വെച്ച് 60 ഇനിയിപ്പോ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല കാരണമല്ലേ എന്ന് പറഞ്ഞപ്പോ ഇയാള് മേത്ത് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്കാലിനും 60 ആയിക്കണല്ലോ, എന്താ ഇക്കാല് വരുത്താകാത്ത? ഇങ്ങനെ നമ്മൾ പൊറുതികേട് കാണിക്കണം. എന്തെങ്കിലും ഒരു പരീക്ഷണം അല്ലേ? ഇപ്പൊ സാമ്പത്തികമായി ഗൾഫിന്റെ പ്രതിസന്ധിയൊക്കെ പറഞ്ഞു, നമ്മുടെ കാർഷിക വിളകളുടെ വിലക്കുറവൊക്കെ പറഞ്ഞു, സാമ്പത്തിക ഭദ്രത ഉണ്ട്, സാമ്പത്തികമായ ക്ഷീണം എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതി തുടങ്ങിയ സ്ഥാപനമൊക്കെ പൂട്ടാൻ പറ്റുമോ? മദ്രസിൽ നമ്മൾ തന്നെ പരിസംഖ്യ കൊടുക്കണ്ടേ? ഇത്തരമൊന്നും സൗകര്യമില്ലാത്ത കാലത്ത് പട്ടിണി കിടന്നുകാണ്ട് നമ്മളെ പഴമക്കാരിതൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ഈ ദീനി നമ്മൾ കൊണ്ടെടുക്കാൻ ഇവിടെ കഴിഞ്ഞത്. അല്ലാഹു പൂർവികർക്കൊക്കെ ഹൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ അങ്ങോട്ട് വല്ലോടത്തും പിരിവിന് പോയാല് ചെന്നോടത്ത് ഇടങ്ങേറ് കേട്ടാ തോന്നും കിട്ടിയത് മൂപ്പർക്ക് കൊടുത്തിട്ട് പോന്നാലോ എന്നാ. വേറെ ചിലതുണ്ട്, പള്ളിന്റെ വിഷയം ചെന്ന് പറഞ്ഞാൽ പറയും നിങ്ങള് വല്ല കുട്ടികളെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു വരും, പള്ളിയൊക്കെ നാട്ടുകാരുണ്ടാക്കണം. അയാളെടുത്തേക്ക് തന്നെ കുട്ടിനെ കെട്ടിച്ചുള്ള കേസായിട്ട് പോയാൽ പറയാം അതൊക്കെ ബാപ്പ കെട്ടിച്ചോളൂ, നിങ്ങൾ വല്ല പള്ളിയോ മദ്രസ ഉണ്ടെങ്കിൽ വരുന്നത്. ചെറിയൊരു പരീക്ഷണം വരുമ്പോ, ഇപ്പൊ ഗൾഫിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ ഒരുപാട് വിഷമം പറയുമ്പോ തമാസക്ക് ഞാൻ നാളെ ഒരാളോട് പറഞ്ഞു, എന്നാലും ഇപ്പൊ കിട്ടിയതൊക്കെ ലാഭം തന്നെയല്ല, നമ്മളൊരു കള്ളിത്തുണിയും പാസ്പോർട്ട് കൊടുത്ത് പോന്നല്ലേ. വേറെ എത്താപ്പ നമ്മളെ എയർപോർട്ടിൽ വരുമ്പോ ഇനി കിട്ടിയതൊക്കെ അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലാ ഉണ്ടാകണം. ലൈസൽ ഗിനാ ഗിനൽ മാൽ വലകിന്നൽ ഗിനാ ഗിനൽ ഖൽബ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് കുറെ മുതലുണ്ടാകലല്ല, ഉള്ള മുതൽ കൊണ്ട് സന്തോഷിക്കാനുള്ള സൗഭാഗ്യമാണ്. മുതൽ ഒത്തിരി ഉണ്ടാക്കാം, ഹലാലായ വഴിക്കാകണം എന്ന് മാത്രം. ഹലാലായ വഴിക്ക് ഒത്തിരി മുതലുണ്ടാക്കാം. പക്ഷെ മുതൽ എന്ത് ചെയ്യരുത്? അതൊരു വിഷമുള്ള സർപ്പം കയ്യിലുണ്ടായാൽ ഒരുപക്ഷെ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ അത് ഉപയോഗപ്പെടുത്താം. പക്ഷെ ആ വിഷം നമ്മളെ ശരീരത്തിലാകാൻ പാടില്ല. ഇതുപോലെയാണ് നമ്മള് ഒരു പണം കൊണ്ടെടുക്കേണ്ട ഇഷ്ടം പോലെ വേണം. അത് എന്ത് ചെയ്യാൻ പാടില്ല? മേത്ത് തൊടാൻ പാടില്ല. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ജീലാനി തങ്ങൾ വലിയ വിലപിടിപ്പുള്ള കപ്പലുണ്ടായിരുന്നു. ജീലാനി തങ്ങൾ അതുകൊണ്ട് ഒരു മൂല്യർക്ക് നല്ലൊരു വാഹനം ഉണ്ട് വിചാരിച്ച് മൂപ്പര ഈപത്തരാനൊന്നും പോണ്ട. അതൊക്കെ കൊണ്ടെടുക്കണവർ കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങള് അവിടത്തെ മുമ്പിൽ വന്നുകൊണ്ട് ശിഷ്യന്മാരൊരുക്കെ വന്നിട്ട് പറഞ്ഞു, ശൈഖ് അവറുകളെ, നിങ്ങളെ കപ്പല് വെള്ളത്തില് മുങ്ങിപ്പോയിരിക്കുന്നു തങ്ങളെ. ഉടനെ ശൈഖ് അവറുകൾ പറഞ്ഞു അൽഹംദുലില്ലാ. ഉടനെ പറഞ്ഞു അൽഹംദുലില്ലാ. കുറച്ച് കഴിഞ്ഞ് ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ശൈഖ് തങ്ങളവറുകളെ മുങ്ങിയത് നിങ്ങളെ കപ്പലല്ല. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ. അല്ലേ? നമ്മളെ നോളേജ് സിറ്റിക്ക് പണ്ട് സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ദ്വാരം സ്റ്റേ നീങ്ങിന്ന് കേട്ടു. അപ്പോഴും എ പി ഉസ്താദ് അവിടെ ആൾക്കാരെ വിളിച്ച് ബദർമൗലൂദ് തോന്നി. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. നിങ്ങൾ എ പി ഉസ്താദിനെ ഒരാൾ വല്ലാതെ ചീത്തറിഞ്ഞിക്കണെന്ന് ചെന്ന് ഉസ്താദിനോട് പറഞ്ഞു നോക്കുകയാണെങ്കിൽ അപ്പോഴും ഉണ്ടാകും ആ ചൊറുക്കിലൊരു ചെറി. ചീത്തറിഞ്ഞിക്കണെന്ന് കേട്ടാലേ അല്ല, നിങ്ങൾ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദിനെ കുറച്ച് നന്നാക്കിയാണ് പറഞ്ഞു നോക്കുകയാണെങ്കിൽ അപ്പോഴും ഉണ്ടാകുക ആ ചെറി. ചീത്ത കേട്ടപ്പോഴുള്ള ചെറിയും സന്തോഷം കേട്ടപ്പോഴുള്ള ചെറി ഒരേ അളവാണ്. നഷ്കുറു അലൽ റഖായി വനസ്ബിറു അലൽ ബലാ. എന്താണ് സ്വഹാബിമാരെ നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നതിന്റെ അടയാളം? സ്വഹാബ പറയുകയാണ്, ഞങ്ങള് സന്തോഷവും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ നന്ദി ചെയ്യാറുണ്ട് നബിയേ. വനസ്ബിറു അലൽ ബലാ. അതേ പരീക്ഷണങ്ങൾ വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കാറുണ്ട് നബിയേ. വനർവാ ബിൽ ഖളാ. ഞങ്ങൾ നിന്റെ വിധികളിൽ സംതൃപ്തരാണ്. അല്ലാഹുവിന്റെ വിധി വിലക്കുകളിൽ സംതൃപ്തി അടയുക. ചിലപ്പോ ശത്രുക്കൾ നന്നായി ഉണ്ടാവും. അത് വിചാരിച്ചപ്പോ നമ്മൾ ഏർപ്പാട് നിർത്താൻ പറ്റുമോ?
ശത്രുക്കളുടെ മുന്നിൽ ഏർപ്പാട് നിർത്തലല്ല. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി രംഗത്ത് വരുമ്പോ മഹാനായ ശൈഖ് അവറുകളെ വല്ലാതെ കുറ്റം പറഞ്ഞ ഒരു മുതലാളി ഉണ്ടായിരുന്നു അന്നാട്ടില്. മുതലാളിന്റെ പണി രാവിലെ സുബഹിക്കരിച്ചാൻ പോവുക, എന്നിട്ട് പീഡിയ കൊലയുമ്പോ വരിക, ഒരു കട്ടൻ ചായ ഒരു പുട്ടും കണ്ടോ ഓർഡറാക്കുക, എന്നിട്ട് പത്രം കുത്തനെ പിടിച്ചിട്ട് പറയുന്ന മൂല്യരെ കുറ്റം കുറവ്. ഇങ്ങനെ ഒരു അസുഖമുള്ള ചില ഹതഭാഗ്യർ അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഈ മുതലാളി. മഹാനായ ശൈഖ് അവറുകളെ വല്ലാതെ ചീത്ത പറഞ്ഞു നടന്നീനി ഒരാള്. പക്ഷേ മഹാനായ ശൈഖ് അവറുകൾ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു കാലം മഹാനായ ശൈഖ് അവറുകളുടെ കൂടെ എല്ലാ സദസ്സിലും ആ മുതലാളിയെ കാണുന്നു. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെയൊക്കെ ചീത്തറിഞ്ഞ മനുഷ്യന്മാര് എത്രയാണ് പിന്നെ പൊരുത്തപ്പെടിച്ചാൻ ചെല്ല. ഉസ്താദ് പറയാ അതൊക്കെ മുമ്പ് തന്നെ നമ്മൾ മുന്തിച്ച് ജമ്മാക്കി, മുന്തിച്ച് പൊരുത്തപ്പെട്ടു കൊടുത്തിക്കണതാണ്, മുന്തിച്ച് പൊരുത്തപ്പെട്ടു കൊടുത്തിക്കണെന്നാണ് എന്ന് കരുതുന്ന പിന്നെ മട്ടം പോലെ പറയാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഉസ്താദ് പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ തിന്മ അങ്ങോട്ടും അവിടുത്തെ നന്മ ഇവിടുത്തെ നന്മ നിങ്ങളെ കയ്യിലുള്ള നന്മ അപ്പുറത്തെ തുലാസിക്ക് പോണത് നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ഖൈറിന് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. സഹോദരന്മാരെ, ശൈഖ് അവറുകളുടെ കൂടാ മുതലാളിയെ പിന്നെ കാണുകയാണ്. അങ്ങനെ മഹാനായ ശൈഖ് അവറുകൾ വഫാത്താകുമ്പോ നാട്ടുകാര് ചോദിക്കുകയാണ്, എന്തേ നിങ്ങളൊരു കാലത്ത് ശൈഖിന്റെ വലിയ എതിരാളിയായിരുന്നല്ലോ, എന്തേ നിങ്ങൾ പിന്നെ ശൈഖിന്റെ സ്വന്തക്കാരനാകാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, എന്റെ അനുഭവങ്ങളാണ്. അതെ, ഞാനൊരിക്കൽ ശൈഖിന്റെ സ്ഥാപനത്തിന്റെ മുന്നിൽ കൂടെ അങ്ങനെ പോകാൻ, അങ്ങനെ പോകുമ്പോ ശൈഖ് അവറുകളുടെ പള്ളിന്റെ മുമ്പിൽ എത്തിയപ്പോ നിസ്കാരത്തിന്റെ ടൈമായി. എന്നാ പിന്നെ ഇവിടെ തന്നെ നിസ്കരിച്ചാ വിചാരിച്ച് ഒന്ന് ബാത്റൂമിൽ പോണെന്നൊരു ചെറിയ തോന്നലുണ്ട്. നിസ്കാരത്തിന്റെ ടൈം ആയതുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ട് പോകാൻ വിചാരിച്ച് ഞാൻ ഒന്നുണ്ടാക്കി പള്ളി കയറി. പള്ളി കയറി നോക്കുമ്പോ പള്ളിന്റെ ഉള്ളിൽ നല്ല തിരക്കാണ്. ഞാൻ കഷ്ടിച്ച് സാഹസപ്പെട്ട് ആ പള്ളിന്റെ അവ്വൽ സഫിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറി വന്നു. സുബ്ഹാനല്ലാഹ്, ഇഖാമത്ത് കൊടുക്കാനുള്ള സമയമായപ്പോഴേക്ക് ആ പള്ളി ജനനിബിഡമായി പോയി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നേരം പ്രസംഗപീഠത്തിലേക്ക് കയറിയിട്ട് ശൈഖ് അവറുകൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ തൗഫീഖിന്റെ പ്രസംഗങ്ങളാണ്. മഹാനായ ജീലാനി തങ്ങൾ വഅദ് പറയുമ്പോ ഒരു സദസ്സിൽ തന്നെ ആയിരങ്ങൾ തടിച്ചുകൂടുകയാണ്. ഏത് കാലത്താ തടിച്ചുകൂടുന്നത്? ഞങ്ങള് ഈ ജാതി മൈക്കും ചണ്ടിയും കോലൊന്നുമുള്ള കാലല്ല. ഞമ്മക്കിപ്പോ എത്ര ഒച്ച ഉണ്ടായാലും മതിയാകാത്ത കാലാണ്. എന്നാൽ മഹാനായ ശൈഖ് അവറുകളുടെ കാലം സാങ്കേതിക വിദ്യകളുടെ കാലമല്ല. പക്ഷേ ചരിത്രം പറയുന്നത് മഹാനായ ശൈഖ് അവറുകളുടെ സദസ്സിൽ എത്ര ആയിരങ്ങൾ വഅദ് കേൾക്കാനുണ്ടെങ്കിലും ആ വഅദിന്റെ സദസ്സിൽ ആദ്യത്തെ സഫിലിരിക്കുന്ന ആളുകള് മഹാനായ ശൈഖിന്റെ ശബ്ദം എത്ര റാഹത്തോടെ കേൾക്കുന്നുണ്ടോ അതുപോലെ ശൈഖിന്റെ പ്രസംഗം ആ സദസ്സിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ വരിയിലുള്ള ആളുകളും ഒരുപോലെ കേൾക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അതേ, അവിടുന്ന് കറാമത്തിന്റെ നാക്കുകൊണ്ടാണ് വാഴ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് കറാമത്തിന്റെ കഴിവ് കൊണ്ടാണ് ഉപദേശിച്ചിട്ടുള്ളത്. സത്യജാഗത്തിനെ ജീവനീച്ചോവർ ചാകും കിലേശത്തെ നന്നാക്കി വിട്ടോവർ. സുഹൃത്തുക്കളെ, മനസ്സ് മരിച്ചുപോയ, ഈമാൻ മരിച്ചുപോയ, സംസ്കൃതി മരിച്ചുപോയ ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ തന്റെ വിശുദ്ധമായ നാക്കിന്റെ വാങ്കിലാസം കൊണ്ട് എത്രയാണ് അവിടുന്ന് സംസ്കരിച്ചെടുത്തിട്ടുള്ളത്. മഹാനായ ജീലാനി തങ്ങളെ സദസ്സിൽ ഒരു വഴലങ്ങ് കഴിയുമ്പോ മഹാനായ ശൈഖ് അവറുകളുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഒരൊറ്റ പ്രസംഗം കാരണം കൊണ്ട് ആളുകൾ എത്രയാണ് ഹിദായത്ത്
ഹിദായത്തിലേക്ക് വരുന്നത്. അതേ ഒരൊറ്റ പ്രസംഗം കൊണ്ട് നൂറുകണക്കിന് ആളുകൾ കലിമ ചൊല്ലുന്നു എന്ന് മാത്രമല്ല, ഈമാനുള്ള മനുഷ്യർ അവിടുത്തെ സദസ്സിലിരുന്ന് വയല് കേട്ടാല് ആ വയലിന്റെ ഗാംഭീര്യം കൊണ്ട് പലരും ഹൃദയം പൊട്ടി മരിക്കുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മഹാനായ ശൈഖ് അവറുകള് അങ്ങനെ വയല് പറയാൻ വേണ്ടി പീഠത്തിലേക്ക് കയറിയപ്പോൾ അതാ പള്ളിക്കകം അപ്പോഴേക്ക് ജനനിബിഡമായി മാറിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പള്ളി കയറുമ്പോ ചെറിയൊരു ബാത്റൂമിൽ പോണെന്നൊരു തോന്നലുണ്ട്. ഇപ്പാണെങ്കിൽ സംഗതി കുറച്ച് ഊക്ക് കൂടുന്നുണ്ട്. എങ്ങനെങ്കിലും പള്ളിന്റെ പുറത്ത് കിടക്കണം എന്ന അതിയായ താല്പര്യം. പക്ഷെ കാലെടുത്ത് വെക്കാൻ പോയിട്ട് സൂചി വെക്കാൻ സ്ഥലമില്ലാത്ത തിരക്ക്. പടച്ചോനെ എങ്ങനെ പുറത്തിറങ്ങും, എങ്ങനെ പുറത്തിറങ്ങും? പരിഹാരമില്ല. എനിക്ക് ബേജാറാകാൻ തുടങ്ങി. എന്റെ ശരീരത്തിൽ മാലിന്യം വന്ന് ഞാൻ ഈ സഭയിൽ വഷളായി പോകുമോ? അങ്ങനെ ഞാൻ ആ സദസ്സിൽ ഇങ്ങനെ ബേജാറായിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ ആ പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്റെ തലയിലങ്ങ് അതാ കൈവെക്കുകയാണ്. നാളൊരു സക്കാഫിനോട് പറഞ്ഞു, എന്റെ ബാപ്പ നമ്മളെ വലിയ എതിരാളി, ബാപ്പ വലിയ എതിരാളി. കുറെ വട്ടം ഞാൻ മർക്കസിലൊന്ന് കൊണ്ടുപോകണമെന്ന് കരുതിയതാണ്. അല്ലെങ്കിലും ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മളെ നാട്ടിലൊക്കെ നല്ല മനുഷ്യന്മാരുണ്ട്. 5 വഖത്ത് നിസ്കരിച്ചും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതും, നോമ്പ് നോൽക്കും. ഒരു തലയിൽ കെട്ടിയ മൗലിയാരെ കണ്ട വലിയ അദബാണ്. ആരെങ്കിലും വന്ന് വല്ല സ്വതക്കീം ചോദിച്ചാൽ നല്ലോണം സംഭാവന കൊടുക്കും. ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാര്. പക്ഷേ AP ഉസ്താദിന്റെ പേര് കേട്ടാൽ, ബദറുസ്സാദാത്ത് തങ്ങളെ പേര് പറഞ്ഞാൽ ഗീബത്ത് അവരുടെ വായയിലൂടെ പുറത്തു വരുന്നത് കേൾക്കുമ്പോ സാധുവായ ഞാനൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പടച്ചോനെ ഈ മനുഷ്യന്മാര് നല്ല മനുഷ്യരാണല്ലോ, പക്ഷേ ഒരിക്കലെങ്കിലും ആ പണ്ഡിതനെ നേരിട്ടൊന്ന് അനുഭവിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ. ആരൊക്കെയോ അദ്ദേഹത്തോട് വെറുപ്പും അസൂയയും കൽബിലുള്ള ആളുകൾ പറഞ്ഞു വരുത്തിയ ഗീബത്ത് കേട്ടുകൊണ്ട് ഈ നല്ല മനുഷ്യർ ആ പണ്ഡിതന്മാരെ തെറി പറയുന്നല്ലോ. ഒന്ന് ഇരുത്തി എന്ന് പരിചയപ്പെടണ്ടേ? ഏതൊരു വ്യക്തിയെയും നമ്മൾ നേർക്കുനേരെ പഠിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ വെളിപ്പാടകരയുള്ള മഅദിനുസ് സഖാഫത്തുൽ ഇസ്ലാമിയ 20 വർഷം ആ മാപ്പിള മലബാറിന്റെ ആസ്ഥാന നഗരിയായ മലപ്പുറത്ത് 20 കൊല്ലം മുമ്പ് നിങ്ങൾ ചെന്നാൽ മാപ്പിളാർക്ക് നല്ല മലയാളികൾക്ക് അറിയാവുന്ന ഒരു മതകേന്ദ്രമില്ലായിരുന്നു. മലപ്പുറത്തിന്റെ കേന്ദ്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് പറയത്തക്ക രീതിയിൽ ഒരു ആത്മീയ കേന്ദ്രമില്ലാത്തിടത്ത് സ്വലാത്ത് എന്ന് പറയുന്ന ആത്മീയതയിൽ അടിത്തറവാകപ്പെട്ട ഒരു മഹാവൈജ്ഞാനിക വിപ്ലവത്തിന്റെ 20 വർഷക്കാലത്തെ സുഹൃത്തുക്കൾ മുഴുവനും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സമ്മേളനം നടക്കുകയാണ്. പലപ്പോഴും ബദറുസ്സാദാത്ത് തങ്ങൾ പൈസ കത്ത വർത്താനം നമ്മൾ പറയുന്നത് കേട്ടത്, അത് കേട്ടിട്ട് 5 വഖത്ത് നിസ്കരിക്കണ നല്ല മനുഷ്യന്മാര് ചിലപ്പോ അറിയാതെ പറഞ്ഞു പോകുകയാണ്. എന്നാൽ നിങ്ങൾ ചെന്ന് നോക്കുക, ആ ക്യാമ്പൗണ്ടിൽ ഒന്ന് കയറിയാൽ സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത എത്രയെത്ര ഹതഭാഗ്യരാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മാനസികമായി വൈകല്യമുള്ള ഒരു കുട്ടി, അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മളെ മക്കളെ കാക്കട്ടെ, അങ്ങനെ ബുദ്ധിമാന്ദ്യം വന്ന ഒരു കുട്ടി ഒരു കുടുംബത്തിലുണ്ടായാൽ ആ കുട്ടിയെ കൊണ്ട് ആ വീട്ടുകാര് പ്രയാസപ്പെടുന്ന പ്രയാസം എത്രയാണ്. അതെ, ഇങ്ങനെയുള്ള ധാരാളം മക്കളെ തങ്ങളുപ്പാപ്പ ദത്തെടുക്കുകയാണ്. കണ്ണ് കാണാത്ത മക്കളെ തങ്ങളുപ്പാപ്പ ദത്തെടുക്കുകയാണ്. അവർക്ക് അവരുടേതായ ലിപികൾ ഘടിപ്പിച്ച് അവർക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുകയാണ്. അവർക്കതാ ദുനിയാവും ആഖിറവും പഠിക്കാൻ അവസരം കൊടുക്കുകയാണ്. ഏതാനും കാലങ്ങൾക്ക് മുമ്പാണ് ഗൾഫിൽ നടന്ന ഒരു അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തില് മഅദിനിന്റെ കൊച്ചു കാമ്പൗണ്ടിൽ നിന്ന് പഠിച്ച് സുഹൃത്തുക്കളെ കണ്ണ് കാണാതെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിളല്ല അന്താരാഷ്ട്ര വേദിയിൽ സദാ ഫസ്റ്റോടെ പാസ്സായി വന്നത്. സമൂഹത്തിൽ ഹതഭാഗ്യരായി അന്യരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കേണ്ട ആളുകള്, മന്ദബുദ്ധികളായ വികലാംഗരായ കണ്ണ് കാണാത്ത ഈ ഹതഭാഗ്യരായ മനുഷ്യന്മാര് ആർദ്രതയുള്ള ഹൃദയം കൊണ്ട് അബലരായ
ആളുകളെ ബദറുസ്സാദാത്ത് ഏറ്റെടുത്തുകൊണ്ട് പരിപാലിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റി ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? പഠിച്ചവരെ, ഞങ്ങളെ മഹല്ലത്തിലതാ വീൽ ചെയറിൽ ജീവിക്കുന്ന രോഗികളുണ്ട്. ആ രോഗികൾക്കൊന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ, അവരുടെ വാഹനം വന്ന് പള്ളിയിൽ കയറ്റാൻ ഒരു സൗകര്യം കേരളത്തിൽ എത്ര പള്ളികളിലാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്? മഹാനായ ബദറുസ്സാദാത്തിന്റെ കാരുണ്യ പ്രവർത്തനം മനസ്സിലാക്കി കുറച്ച് വികലാംഗരായ ആളുകള് മഹാനായ തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, തങ്ങളെ, ഞങ്ങൾക്ക് നിസ്കരിച്ചാൻ സൗകര്യമുള്ള പള്ളികളില്ല. ഞങ്ങളെ ഈ വണ്ടിയും മുന്തിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് ഒറ്റക്ക് പോയി നിസ്കരിച്ചു പോരാനൊരു സൗകര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് സൗകര്യം ചെയ്തു തരുമോ? സുഹൃത്തുക്കളെ, ഇന്ന് മഅദിനിന്റെ ഗ്രാൻഡ് മസ്ജിദിൽ ഓരോ വെള്ളിയാഴ്ചയും നിങ്ങൾ ചെന്ന് നോക്കിയാൽ ബദറുസ്സാദാത്ത് തങ്ങൾ ഉസ്താദ് നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ വലതുഭാഗത്തായി ഏറ്റവും വിശുദ്ധമായ സഫിന്റെ വലതുഭാഗത്ത് തങ്ങളുടെ വാഹനത്തിൽ വന്നുകൊണ്ട് ആ വാഹനം പള്ളിക്കകത്ത് കയറ്റിയിട്ട് നിസ്കരിച്ചു പോകുന്ന സാധുക്കളായ വികലാംഗരെ കണ്ടോ ജനങ്ങളെ? എത്ര ആളുകൾക്കാണ് ആ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്? മഹാനായ ബദറുസ്സാദാത്ത് തങ്ങൾ ഉസ്താദ് അവറുകള് അവർക്കതാ ആവശ്യമായി നിസ്കരിക്കാൻ വരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എങ്കിലോ അതാ ഒരു പെരുന്നാളാകുമ്പോ അവര് വന്നിട്ട് പറയാണ്, തങ്ങൾ ഉസ്താദെ, ഞങ്ങൾക്ക് പെരുന്നാൾ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു തരണോ? ആ തങ്ങൾ പാപ്പ ആലോചിച്ചു, എന്താണ് ഇവർ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? ആ സമയത്തതാ അവര് പറയാണ്, പെരുന്നാൾ നിസ്കാരം നമ്മ രാവിലെ നടക്കുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ ശേഷി കുറഞ്ഞ ആളുകളല്ലേ, ഞങ്ങളെ ശരീരത്തെ വൃത്തിയാക്കി സന്തോഷത്തോടെ ഞങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോഴേക്ക് എല്ലാ ത്ത് കയറ്റിയിട്ട് നിസ്കരിച്ചു പോകുന്ന സാധുക്കളായ വികലാംഗരെ കണ്ടോ ജനങ്ങളെ? എത്ര ആളുകൾക്കാണ് ആ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്? മഹാനായ ബദറുസ്സാദാത്ത് തങ്ങൾ ഉസ്താദ് അവറുകള് അവർക്കതാ ആവശ്യമായി നിസ്കരിക്കാൻ വരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എങ്കിലോ അതാ ഒരു പെരുന്നാളാകുമ്പോ അവര് വന്നിട്ട് പറയാണ്, തങ്ങൾ ഉസ്താദെ, ഞങ്ങൾക്ക് പെരുന്നാൾ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു തരണോ? ആ തങ്ങൾ പാപ്പ ആലോചിച്ചു, എന്താണ് ഇവർ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം? ആ സമയത്തതാ അവര് പറയാണ്, പെരുന്നാൾ നിസ്കാരം നമ്മ രാവിലെ നടക്കുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ ശേഷി കുറഞ്ഞ ആളുകളല്ലേ, ഞങ്ങളെ ശരീരത്തെ വൃത്തിയാക്കി സന്തോഷത്തോടെ ഞങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോഴേക്ക് എല്ലാ പള്ളികളിലെയും നിസ്കാരം തീർന്നു പോകുന്നു തങ്ങളെ. അങ്ങനെ കേരളത്തിൽ ആദ്യമായി ഒരു പള്ളിയിൽ 2 പ്രാവശ്യം പെരുന്നാൾ നിസ്കാരം നടക്കുകയാണ്. ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിലല്ല, രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിലല്ല. 100 കണക്കിന് വീൽ ചെയർ രോഗികൾക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ അവർക്ക് സൗകര്യപ്പെട്ട സമയം നിശ്ചയിച്ചു കൊടുത്ത് ആ പള്ളിയിൽ നിസ്കാരം സംഘടിപ്പിക്കുകയാണ്. ഇങ്ങനെ സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യരുടെ കണ്ണുനീരൊപ്പുന്ന കാരുണ്യ പ്രവർത്തനങ്ങള് ആ നല്ല സുഹൃത്തുക്കളുടെ 20 വർഷത്തെ ചരിത്രത്തെ സാക്ഷിയാക്കി അതിന്റെ വൈസനീയ സമ്മേളനം ഈ വരുന്ന 27-ാം തീയതി മുതൽ നടക്കുമ്പോ ഒന്നടുത്തു വന്ന് പരിചയപ്പെടാനും അറിയാനും നിങ്ങളെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അല്ലാഹു ഖൈറുകൾക്കൊക്കെ നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാരും സംഭാവന കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബക്കറ്റ് വരുന്നുണ്ട്. ചെറുതും വലുതുമായ നമ്മുടെ സ്വതക്കുകളൊക്കെ റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ സഖാഫിനോട് പറഞ്ഞു, ഞാൻ അവസാനം ഞാൻ വാപ്പാനെ ഒന്ന് കൊണ്ടുപോയി AP ഉസ്താദിന്റെ ഉസ്താദ് ഒന്ന് പുറത്ത് ഇങ്ങനെ കൊട്ടി ഒന്ന് ദ്വാരന്നും കൊടുത്തു. പിന്നെ ഇന്ന് വരെ ഉസ്താദിനെ കുറ്റം പറയണ വർത്താനം ഞാൻ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഉസ്താദിന്റെ സ്വന്തം ആളാ. സഹോദരന്മാരെ, മഹാനായ ജീലാനി തങ്ങൾ പ്രസംഗപീഠത്തുനിന്നിറങ്ങുകയാണ്. ആ മനുഷ്യന്റെ തലയിൽ കൈവെക്കുകയാണ്.
ഈ മുതലാളി പറയാണ് ശൈഖ് അവറുകൾ എന്റെ തലയിലങ്ങ് കൈവച്ചപ്പോ പിന്നെ ഞാനിങ്ങനെ നല്ലൊരു പച്ചപ്പുള്ള തോട്ടത്തിൽ തൊട്ടു മുമ്പ് കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്, തൊട്ടപ്പുറത്ത് കുറച്ച് കുറ്റിച്ചെടികളുണ്ട്. ഞാൻ വേഗം ചെന്നിട്ട് എന്റെ ആവശ്യം പൂർത്തീകരിച്ച് തൊട്ടടുത്തുള്ള ആ കനാലിൽ നിന്ന് എന്റെ ശരീരം വൃത്തിയാക്കി ഞാനതാ വുളൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുമ്പോ മഹാനവറുകൾ എന്റെ തലയിൽ നിന്ന് കൈയെടുക്കുമ്പോ ഞാനതാ ആ പഴയ സ്ഥലത്തു തന്നെ ഉണ്ട് കേട്ടോ. കൈയെടുത്തപ്പോ ഞാൻ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ബാത്റൂമിൽ പോകാനുള്ള പ്രയാസം എനിക്കെല്ലാരും. അങ്ങനെ മഹാനവറുകൾ എന്റെ കയ്യിൽ നിന്ന് അവസാനം ഞാൻ എന്ത് ചെയ്തു, വയലൊക്കെ കഴിഞ്ഞ് എന്റെ വീട്ടിക്ക് പോകാൻ. അങ്ങനെ വീട്ടിക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ് എന്റെ കയ്യിൽ ഒരു ടവലും വീടിന്റെ ചാവി ഉണ്ടായിരുന്നു, അത് കാണാനില്ല. ചാവി അവിടെയൊക്കെ തെരഞ്ഞു, കാണാനില്ല. അങ്ങനെ നിരാശപ്പെട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി. 4 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ദീർഘയാത്രയുണ്ട്. ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടി ദീർഘമായ യാത്രക്കൊരുങ്ങി യാത്ര ആരംഭിച്ചു. യാത്ര ചെയ്ത് അങ്ങനെ കുറെ എത്തിയപ്പോ ഒരു ഭാഗത്ത് വിശ്രമിക്കാനിറങ്ങി. അവിടെ ഒരു തോട്ടമുണ്ട്, വെള്ളമുണ്ട്, വിശ്രമിക്കാൻ സൗകര്യമുണ്ട്. കൂടെയുള്ള ആളുകൾ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ വിശ്രമിക്കാനിരിക്കാം, കാരണം ഇവിടെ നമുക്ക് വെള്ളം സൗകര്യമൊക്കെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ അതാ സുഹൃത്തുക്കളെ ഞങ്ങൾ ആ തോട്ടത്തിൽ കയറി വുളൂ ചെയ്ത് നിസ്കരിക്കാൻ ഒരു കുന്നിൻ മുകളിലേക്ക് കയറിയപ്പോ എന്റെ ചാവി അവിടെ ഉണ്ട്. നേരത്തെ ഞാൻ ബാത്റൂമിന് എന്റെ മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടി കറാമത്തിന്റെ പവർ കൊണ്ട് എത്തിപ്പെട്ട തോട്ടം ഇതാണ് എനിക്കെന്ന് ബോധ്യപ്പെടുമ്പോ എന്റെ അനുഭവത്തിലൂടെ ഞാൻ പിന്നെ ശൈഖ് അവറുകളെ കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ മഹാന്മാര് ഈമാൻ പ്രകടിപ്പിച്ച മഹത്തുക്കള് അങ്ങനെ ക്ഷമിച്ചും സഹിച്ചും നന്ദി ചെയ്തും അല്ലാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ടും ജീവിച്ചപ്പോ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാം പ്രചരിക്കുകയാണ്. അവരുടെ ജീവിതമായിരുന്നു അവരുടെ പ്രമാണമെന്ന് പറയുന്നത്, അവരുടെ ജീവിതമായിരുന്നു അവരുടെ പ്രബോധനം എന്ന് പറയുന്നത്. അല്ലാഹു അത്തരം മഹാന്മാരെ അനുധാവനം ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്ത് ജീവിച്ച് ദീർഘകാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഖൈർ ചെയ്ത് ജീവിച്ച് മരണം ഖൈറാകുമ്പോ നല്ല സ്ഥലത്തും സമയത്തും നല്ല സന്തോഷത്തിലും ആഖിബത്ത് നന്നാക്കി മരണം തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ.